ഞാൻ ഭോപ്പാലിൽ എത്തപ്പെട്ടത് നാട്ടില് IT കഴിഞ്ഞ് ഞാൻ നിന്ന സമയത്ത് ചേട്ടൻ ഭോപ്പാലിലായിരുന്നു. യൂണിയൻ കാർബൈഡ് ജോലി കിട്ടി. പുള്ളി ബീഹാർ പട്നയിൽ നിന്ന് അവിടെ വന്ന് അപ്പൊ എന്നോട് പറഞ്ഞു എന്നെ ഈ ഭോപ്പാലിൽ കൊണ്ടുവന്നു. പുള്ളി വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് നമ്മൾ ശരിയാകില്ല എന്ന് അറിയാം. അപ്പൊ പുള്ളി പറഞ്ഞതനുസരിച്ച് ഞാൻ ഭോപ്പാലിൽ വന്നു. 79 ഒരു തണുപ്പത്ത് വന്ന് ട്രെയിനെ വന്ന് ഇറങ്ങി ഭോപ്പാലിൽ. പിന്നെ വന്നു ഭോപ്പാലിൽ വന്ന് ആദ്യമേ അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഹിന്ദിയൊക്കെ പഠിച്ചു. 6 മാസം കൊണ്ട് ഹിന്ദി നല്ല ഫ്ലുവൻ്റ് ആയി. ലോക്കൽസ് സംസാരിക്കുന്ന പോലൊക്കെ പറയാം, നല്ല ഇതായി. ഏതായാലും കാരണം അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ജോലിയൊക്കെ ചെയ്തത്. അപ്പം പിന്നെ സൗണ്ട് പരിപാടിക്കൊക്കെ ഞാൻ പോകുമായിരുന്നല്ലോ. ശനിക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് അവിടെ ഞാൻ ആ സമയത്തല്ല, ശനിയൊന്നും ഞങ്ങൾ കമല പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയമാണ്. ശനിയൊന്നും അന്ന് നമ്മൾ പരിചയപ്പെട്ടില്ല. അത് കമല പാർക്ക് ഞാൻ താമസിക്കുമ്പോൾ ഞാൻ ആദ്യം ഭോപ്പാലിൽ വന്ന് ജോലിക്ക് കയറുന്നത് ഒരു കടയില് എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ കടയിൽ പോയിട്ട് ഒത്തിരി നല്ല ഗുണമെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ലോക്കൽ ഭാഷയെ പെട്ടെന്ന് പഠിക്കാൻ പറ്റി. കാരണം ഈ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആൾക്കാർ വരുന്ന അവരോട് സംസാരിക്കാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ പഠിച്ചു. ആദ്യത്തെ എൻ്റെ പണി എന്താണെന്ന് അറിയാം, അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞ് അപ്പൊ ഭാഷ അറിയാൻ എന്താ നമ്മൾ കൈക്രിയ മാത്രം, ആക്ഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് അവരെനിക്ക് ഒരു ജോലി തന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് വളരെ ഫേമസ് ആയിരുന്നു ഈ കാസറ്റ് റെക്കോർഡ്. അന്ന് നമ്മുടെ ഡിസ്ക് ഉണ്ടല്ലോ, വലിയ റെക്കോർഡ് പ്ലെയർ, വലിയ HMVയുടെ വലിയ ടേൺ ടേബിൾ ഉപയോഗിക്കുന്ന വലിയ ഡിസ്ക് HMVയുടെ. അപ്പൊ ആ ഡിസ്കിലുള്ള പാട്ടുകൾ കാസറ്റിലാക്കുമായിരുന്നു അന്ന് ആൾക്കാർ. അപ്പൊ അതിലോട്ട് റെക്കോർഡ് ചെയ്ത് നമ്മൾ കൊടുക്കും. അതിനുള്ള ടേപ്പ് റെക്കോർഡറിലോട്ട് ചെന്ന് കണക്ട് ചെയ്തിട്ട് അപ്പൊ ഡിസ്ക് എന്ന പാട്ട് അന്ന് ടേപ്പ് റെക്കോർഡറൊക്കെ എല്ലാവർക്കും വലിയ പുതുമയായിരുന്നു ആൾക്കാർക്ക്. അപ്പൊ ആ കാസറ്റ് റെക്കോർഡ് ചെയ്യാൻ ഒരു ലിസ്റ്റും ലേബലും അത് ആ കാസറ്റും ഉൾപ്പെടെ റബ്ബർ ബാൻഡ് ഇട്ടുമാർ എൻ്റെ തരികയുള്ളൂ. എന്നിട്ട് ഞാൻ ആ റെക്കോർഡ് ഏതാന്ന് എടുത്തിട്ട് നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം. ആ പാട്ട് കാസറ്റിനകത്തോട്ട് ആക്കണം. അങ്ങനെ ആക്കി. അപ്പൊ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ 1 മാസം എനിക്ക് അവർ ശമ്പളമൊന്നും തന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് അത് ഈസി പണിയാണ്, കുഴപ്പമൊന്നുമില്ല. അതിന് ഭാഷയൊന്നും ആവശ്യമില്ല. എഴുതിയേക്കുന്ന പേര് വായിക്കുക, ഏത് സിനിമയിലെ ഏത് പാട്ടാന്ന് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്യുക, അത് റബ്ബർ ബാൻഡ് ഇട്ട് റെഡിയാണ് ഉള്ളത് തിരിച്ചു വെച്ച് വെക്കുക. അപ്പൊ അവർ കസ്റ്റമറുമായിട്ട് കടയുടെ ഓണർ കൊടുത്തോളും, പൈസ വാങ്ങിച്ചോളും. അത് ഹമീദിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, ഹമീദിയ റോഡിലായിരുന്നു. മേത്ത ട്രേഡേഴ്സ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പേര്, മേത്ത ട്രേഡേഴ്സ്. അതിന്റെ ഓണർ മേത്താജിയും പിന്നെ 3 ആമക്കളും ഉള്ളത്. അപ്പം അവിടെ അങ്ങനെ ആ ജോലി ചെയ്ത് പിന്നെ പതുക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, അവിടുത്തെ ലോക്കൽ മുസ്ലിം ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ അവൻ അവിടെ മെക്കാനിക്കായിട്ട് ടെക്നീഷ്യനായിട്ട് ജോലി, റിപ്പയറിംഗ് ഒക്കെ വരുന്ന ടേപ്പ് റെക്കോർഡറും അല്ലെ സ്റ്റീരിയോ ഒക്കെ അതൊക്കെ ആൾക്കാർ കൂടുതൽ റിപ്പയർ ചെയ്യിക്കുന്നത്, റെക്കോർഡ് പ്ലെയർ അത് ചെയ്യാനായിട്ട്. പിന്നെ അപ്പൊ എനിക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എന്നെ ആ റിപ്പയറിങ്ങിന്, പിന്നെ അവൻ ബിസി ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ഒരെണ്ണം എടുത്ത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ മുതലാളിക്ക് മനസ്സിലായി. അപ്പൊ എനിക്കും ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പൊ അതിന് ഞാനിരുന്നു. പിന്നെ അപ്പൊ അതിനും ഭാഷയുടെ ആവശ്യമില്ല. അപ്പൊ എല്ലാം റെഡിയാക്കി റിപ്പയർ ചെയ്ത് അങ്ങനെ കൊടുക്കാൻ. അപ്പൊ അങ്ങനെ റിപ്പയറിങ് പതുക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എൻ്റെ റിപ്പയറിങ് ഫീൽഡ്. ടെക്നിക്കൽ ഫീൽഡ് ശരിക്കും പഠിച്ചു കഴിഞ്ഞ് തുടങ്ങുന്ന അവിടുന്ന്. അപ്പൊ ആദ്യത്തെ മാസം എനിക്ക് അവർ ശമ്പളം തന്നു 30 രൂപയാണ്. അപ്പൊ 30 രൂപ തന്ന് ഞാൻ സൈക്കിളിൽ നിന്ന് വീട്ടിൽ വരും. അപ്പൊ ചിലവൊന്നുമില്ല നമുക്ക്, മറ്റേ സൈക്കിളിൽ നിന്ന് വീട്ടിൽ നിന്ന് കടയിൽ വരും, വൈകിട്ട് തിരിച്ചു പോകും. അപ്പൊ 30 രൂപ പിന്നത്തെ മാസമായപ്പോൾ എനിക്ക്. അപ്പൊ ഈ റിപ്പയറിങ് ഞാൻ പിന്നെ വീണ്ടും കുറെ കൂടെ നല്ലതായിട്ട് ചെയ്യാൻ തുടങ്ങി കൂടുതൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പം റിപ്പയറിങ് ചെയ്യും, ഫ്രീ ആയിട്ടുള്ള സമയം റെക്കോർഡിങ്ങിനും ചെയ്യും. അങ്ങനെ ചെയ്തപ്പോൾ 60 രൂപ എനിക്ക് പിന്നത്തെ മാസം 60 തന്നു. അങ്ങനെ ശമ്പളം ഓരോ മാസം ഇങ്ങനെ കൂട്ടി തന്ന് ഒരു ദിവസം പിന്നെ അവര് അവിടുത്തെ പിന്നെ ഏതാണ്ട് പ്രശ്നം വന്നപ്പം ഒരാൾ വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ ജോലി നിർത്തി. എൻ്റെ ജോലി അപ്പൊ വീട്ടിലോട്ട് വരുന്ന വഴി തന്നെ ഞാൻ ചെയ്തത് എൻ്റെ ജോലി. അപ്പൊ അവിടുത്തെ പോയി വരുന്ന വഴി തന്നെ വേറൊരു കടയിൽ ഇങ്ങനെ പലയിടത്ത് കയറി ചോദിക്കും. അപ്പൊ ഒരു കടയിൽ അവിടെ വന്നപ്പോൾ ഒരു ജെയിൻ്റെ കടയാണ്. അപ്പൊ ജെയിൻ്റെ കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ആളിനെ ആവശ്യമുണ്ട്, നാളെ മുതൽ വരാൻ പറഞ്ഞു.
പിറ്റേ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പുള്ളി ഭോപ്പാലിൽ എന്തെങ്കിലും സ്റ്റേജ് ഷോയെ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പരിപാടികൾ കല്യാണം എന്ത് പരിപാടി നടന്നാലും സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആള്, സൗണ്ട് സിസ്റ്റമാണ് പുള്ളിയുടെ മെയിനായിട്ട്. അപ്പോൾ സൗണ്ട് സിസ്റ്റത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സൗണ്ട് എനിക്കുന്നവരെ ഞാൻ ചെയ്ത് പരിചയമില്ല. പുള്ളി പറഞ്ഞു ഒന്നും പേടിക്കണ്ട, അവിടെ പോയിരുന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, അതായത് സൗണ്ട് സ്പീക്കറും വയറിങ്ങും എല്ലാം ചെയ്യാനെ കൊണ്ട് പുള്ളിയുടെ വേറെ ലേബേഴ്സ് ഉണ്ട്, അവർ ചെയ്തോളും. അപ്പോൾ പുള്ളി പോയിരിക്കുന്ന പണി പുള്ളി അല്ലെങ്കിൽ ഇത് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് പകരം ഞാൻ അവിടെ പോയിരുന്നത് ഇത് ഓപ്പറേറ്റ് ചെയ്താൽ മതി. ഇപ്പം മ്യൂസിക് സ്റ്റേജ് ആണെങ്കിൽ ഇങ്ങനെ മ്യൂസിക് ഒക്കെ നടക്കുന്ന സമയം കല്യാണത്തിനൊക്കെ ആൾക്കാർ സ്റ്റേജ് ഷോ ചെയ്യുമ്പം അവിടെ പോയി നമ്മൾ സൗണ്ടൊക്കെ എല്ലാം ഒന്ന് കൂട്ടി കുറച്ച് കൊടുത്താൽ മതി. അപ്പം അതെന്നെ കാണിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി പിന്നെ എന്നെ എൻകറേജ് ചെയ്ത് നിനക്ക് ചെയ്യാൻ പറ്റും, ഒന്നും പേടിക്കണ്ട. അപ്പം മൈക്രോഫോൺ ഒന്ന് കുത്തി കഴിഞ്ഞാൽ ഒന്നിന്റെ വോളിയം തിരിച്ചാൽ ഇങ്ങനെ വരും. അന്ന് ബാസ് എല്ലാം തിരിക്കുന്ന ബട്ടണാണ്, ഇന്നത്തെ പോലെ ഡിജിറ്റലോ അനലോഗോ അല്ലെങ്കിൽ വലിയ സിസ്റ്റം ഒന്നും ഇല്ല. എഫക്ട്സ് ഒന്നും അങ്ങനത്തെ എഫക്ട്സിലൊക്കെ ഈക്വലൈസർ എന്ന് പറയുന്ന പ്രത്യേക യൂണിറ്റ് ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഒന്ന് കാണിച്ചു വന്നു കഴിഞ്ഞപ്പം അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് സൗണ്ട് സ്റ്റേജ് ഷോ ഒക്കെ വലിയ സ്റ്റേജ് ഷോ അവിടെ നടക്കുന്നത്. പുള്ളിയുടെ ആയിരുന്നു ഭോപ്പാലിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം. അന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ 7,000-8,000 രൂപയൊക്കെ ആയിരുന്നു. സാധാരണ ആൾക്കാർ 100-200 ചെയ്യുന്ന സമയത്ത് വലിയ കല്യാണ പാർട്ടികളൊക്കെ ഈ പുള്ളിയുടെ 7,000-8,000 രൂപയൊക്കെ ആയിരുന്നു സൗണ്ട് സിസ്റ്റം പുള്ളി ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് അത് പഠിച്ചുകൊണ്ട് എന്നിട്ട് സ്പീക്കറൊക്കെ പകലായിരുന്നു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കറൊക്കെ ഈ കോണൊക്കെ അതിൻ്റെ പേപ്പർ ഉണ്ടല്ലോ മുന്നിലത്തെ, അതൊക്കെ പോകുന്നത് സ്പീക്കർ റിപ്പയർ ചെയ്യുക, പുതിയ ബോക്സ് ഉണ്ടാക്കുക, സൗണ്ട് ബോക്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പണികളും അങ്ങനെ ഇരുന്ന് പഠിച്ച് അത് ചെയ്തതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് പിന്നെ ഒരു ഇലക്ട്രോണിക്സ് കട സ്റ്റാർട്ട് ചെയ്തു. ടി.ടി. നഗറിലായിരുന്നു. ടി.ടി. നഗറിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു പയ്യനെ ഞാൻ പരിചയപ്പെട്ടു. ഇങ്ങനെ കടയിൽ വന്നാന്ന് എങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പം അവന് പൈസയുണ്ട്. അവൻ്റെ അപ്പന് നമ്മുടെ അവിടെ മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്നവരും. അപ്പൊ ഇവന് ഒറ്റ മോനാണ്. അപ്പം മോന് നല്ല പൈസ, ഇങ്ങനെ അപ്പന് പൈസ ഉള്ളതുകൊണ്ട് അവൻ എന്തെങ്കിലും കട തുടങ്ങണമെന്ന് പറഞ്ഞ് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ മണി ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നെ അപ്പോൾ ടെക്നിക്കൽ പാർട്ട്ണറായിട്ട് നീ ഇരുന്നാൽ മതി, നമുക്ക് റിപ്പയറിങ് കൂടെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ സെയിൽസ് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്ത് ഞാൻ ചോദിക്കുമ്പോൾ അച്ഛനോടും ചോദിക്കാതെ ഞങ്ങൾ കട ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഡീറ്റെയിലാവും കടയൊക്കെ റെന്റിന് എടുത്തിട്ട് അവൻ്റെ അപ്പം മുനിസിപ്പാലിറ്റിയിലായിരുന്നുകൊണ്ട് പുള്ളിക്ക് അതിനുള്ള ഹോൾഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കട സ്റ്റാർട്ട് ചെയ്ത് കട നല്ലതായിട്ട് പോകുന്ന സമയമായിരുന്നു. റിപ്പയറിങ് ഇഷ്ടംപോലെ നടക്കാൻ തുടങ്ങി. പിന്നെ സെയിൽസ് ആണെങ്കിലും നല്ല ഇലക്ട്രോണിക് ഈ CD ഒക്കെ വയ്ക്കുന്ന പുള്ളി, അവനത് സെയിൽസിൻ്റെ, ഞാൻ ടെക്നിക്ക്, അങ്ങനെ ചെയ്ത് കട നല്ലതായിട്ട് ബിസിനസ് നല്ലതായിട്ട് നടക്കുന്ന സമയത്താണ് ഭോപ്പാലിലൊക്കെ TV വരുന്നത്. ആ സമയത്ത് അപ്പൊ TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് കാണിച്ചു വന്നിട്ട് അതുകൊണ്ട് അതാ TV എന്നുള്ളത് ഇങ്ങനെ കാണിക്കാം. ഒരു TV മാത്രമാണ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉള്ളായിരുന്നു. അത് തൊടിയിക്കുക പോലും അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് പോലും കാണാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ TV കമ്പനിയിൽ കയറണം എന്നുള്ള ആഗ്രഹത്തിൽ ആ കടയെ നിർത്തിവെച്ച് വെസ്റ്റേൺ ഇലക്ട്രോണിക്സ് ജോലിക്ക് കയറി. അങ്ങനെ പിന്നെ അവിടുന്ന് മുന്നോട്ട് പിന്നെ ഇങ്ങനെ പോവായിരുന്നു. വെസ്റ്റേൺ കഴിഞ്ഞു. അതിൻ്റെ ഡൽഹിയിൽ മാസത്തിലൊരിക്കൽ പോകായിരുന്നു. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ തന്ന് ഭോപ്പാലിൽ ജോലിയായ സമയത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. അന്ന് വെസ്റ്റേണിലെ ഞാൻ ഹെൽപ്പറായിട്ടൊക്കെ വരുമായിരുന്നു. അതെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. സമയം കിട്ടുമ്പോഴെല്ലാം കൂടെ കയറി പോകും. ബൈക്ക് കൊണ്ട് കയറി പോകാന്നുള്ളതല്ലായിരുന്നു അന്നത്തെ പരിപാടി. അതേ ഉള്ളൂ. അതെ, ബീച്ചുകളുടെ എല്ലാം മെയിൻ അതും കളർ TV ഉള്ളവർ വളരെ വലിയ ഹൈ റിച്ച് ആൾക്കാരെ വാങ്ങിക്കും. കളർ മിക്സിങ്ങിന്റെ പ്രോബ്ലം അതെ, അല്ലെങ്കിൽ ബ്ലൂ കൂടുതല, റെഡ് കൂടുതല, അല്ലെങ്കിൽ കളർ ട്യൂണിങ് ചെയ്യുക, അതൊക്കെ പരിപാടി നല്ല. അത് കഴിഞ്ഞ് എനിക്ക് രേഖയുടെ ഹസ്ബൻഡ്, ഫിലിം ആക്ട്രസ് രേഖയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ അഗ്രവാൾ എന്ന് പറയും. പുള്ളിക്കാരൻ ഒരു TV കമ്പനി ഡൽഹി നോയിഡയിൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആ കമ്പനി എനിക്ക് ഓപ്പണിംഗ് വന്നപ്പോൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്തു. അത് ഭോപ്പാലിൽ ആദ്യം നിന്ന് വരുന്ന ഒരു കമ്പനിയാണ്, ഹോട്ട്ലൈൻ എന്ന് പറയും. ഹോട്ട്ലൈൻ അവിടെ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു, ടെക്നീഷ്യനോ അല്ല മറ്റേ സെയിൽസിൻ്റെ ആളില്ലായിരുന്നു, ഞാൻ മാത്രമായിരുന്നു മൊത്തം ഇൻചാർജ്. അപ്പോൾ അത് ഹമീദിയ ഹോസ്പിറ്റലിന് താഴെ പുള്ളി ഒരു ഡീലറായിട്ട് അപ്പോയിൻമെന്റ് ചെയ്തിട്ട് അതായിരുന്നു ഓഫീസും ഡീലർഷിപ്പും.
ഏരിയ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പള്ളിയിൽ നിന്ന് എബി വർക്കിൽ അപ്പോൾ അവര് കമ്പനി എന്നോട് പറഞ്ഞു ഒരു ഏരിയ മാനേജറെ വേണം, നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഏരിയ മാനേജറെ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പൊ എൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു അത് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പൊ അവര് കമ്പനി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കൊയറിലുണ്ടായിരുന്ന MA-CT പഠിച്ച ഒരു പിന്നെ എബി വർക്കി എന്ന് പറയുന്ന പുള്ളി എനിക്ക് അറിയാം, മിടുക്കനാന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പുള്ളിയെ റെഫർ ചെയ്തു. പുള്ളി ഇന്റർവ്യൂ കഴിഞ്ഞ് പുള്ളി ഏരിയ മാനേജറായിട്ട് ജോലി കിട്ടി. ഞങ്ങളുടെ കൂടെ അങ്ങനെ ആ കമ്പനി അവിടെ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് MB ഗവൺമെന്റ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഹെഡായിട്ട് നമ്മുടെ കെൽട്രോണിന്റെ മാനേജർ നല്ല പിന്നെ പൊസിഷൻ ഇരുന്ന ആളാണ് കോഷ്ല എന്ന് പറയും. പുള്ളിയാണ് അതിന്റെ മെയിൻ ആൾ, ഇതിന്റെ ഫാക്ടറിയുടെ മെയിൻ ആയിട്ട് MB ഗവൺമെന്റ് എടുക്കുന്നത്. ഇപ്പൊ കെൽട്രോണിൽ ഇരുന്ന ആളായതുകൊണ്ട് പൊതുവെ പുള്ളിക്ക് ഇന്ത്യക്കാര് സൗത്ത് ഇന്ത്യൻ നമ്മുടെ കേരളക്കാരോടും തമിഴ്കാരോടും ഹൈദരാബാദ് സൗത്തിലെ ആൾക്കാരോട് പൊതുവെ നല്ല താല്പര്യം, നല്ല ഇമ്പ്രഷൻ ആയിരുന്നു. അങ്ങനെ വന്നപ്പം ഈ എബി വർക്കി ഞാൻ ജോലി ചെയ്യുന്ന സമയമാണല്ലോ, പുള്ളി എങ്ങനെ അപ്ലൈ ചെയ്ത് പുള്ളിക്ക് അവിടെ ജോലി കിട്ടി. ആദ്യം തന്നെ പുള്ളി ജോലി കയറി ഗവൺമെന്റിൽ. ജോലി കയറിയപ്പോഴാ പുള്ളി എന്നെ പിന്നെ ഞാനില്ലേ പുള്ളിക്ക് മറ്റേ ജോലി വാങ്ങിച്ചു കൊടുത്തത്, ആ കെയർ ഓഫിലെ പുള്ളി എന്നെ കൂടെ അവിടെ റെഫർ ചെയ്ത്. അങ്ങനെ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. ഇതെല്ലാം ദൈവം ഒരുക്കുന്ന ഓരോ വഴികളാണ്. പക്ഷേ റെഞ്ചി MP ഗവൺമെന്റ് ജോലി ചെയ്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനൊരു പക്ഷേ ആ സമയത്ത് മാറിക്കഴിഞ്ഞു. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ അത് ഞാൻ 84 85 ഗവൺമെന്റ് ജോലി കയറി. എന്റെ MP നാളിലായിരുന്നു മഹാരാഷ്ട്ര. അപ്പൊ അവിടെ ഫാക്ടറി അവിടെ ആയിരുന്നു, പ്രൊഡക്ഷൻ ഒക്കെ അവിടെ. അന്ന് അവർ ആദ്യം കോർപ്പറേഷൻ രൂപീകരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്ലാന്റ് ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാനും കൂടി ഉൾപ്പെടെയാണ് പ്രൊഡക്ഷൻ ഏരിയയും അതിന്റെ ടെസ്റ്റിങ്ങിന് സിഗ് എന്നൊക്കെ പറയും, ഇങ്ങനെ വെച്ചിട്ട് ബോർഡൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കമ്പനി ആദ്യം ചെയ്തത് ECTV എന്ന് പറയും. ECTV എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു TV ആണ് ഇത് ECTV എന്ന് പറയും, ഇലക്ട്രോണിക്സ്. ഇതൊക്കെ 84 85. എന്നിട്ട് അവിടെ പ്ലാന്റ് ജോലിക്ക് കയറി. ഞാൻ പ്ലാന്റില് ഫ്ലോർ ഇൻചാർജ്, ഫൈനലിന്റെ ഫ്ലോർ ഇൻചാർജ് ആയിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് ഈ എബി വർക്ക് എന്താ പറ്റിയെന്ന് അറിയാം, ഞാൻ എന്നെ അവിടെ ഇത് ചെയ്ത്, അല്ല ഞങ്ങള് ഹോട്ടലിൽ ഒന്നിച്ച് ജോലി ചെയ്തു. പുള്ളി ഏരിയ മാനേജർ, പുള്ളിയെ ബ്രാഞ്ച് മാനേജറായിട്ട് റായ്പൂരിന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഗവൺമെന്റ് അവിടെ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് റായ്പൂരിൽ വിട്ടു. റായ്പൂരിന് വിട്ടാൽ പുള്ളിക്ക് ഒരേ വാശി, റെഞ്ചിയും കൊണ്ടേ പോവുള്ളൂ. അപ്പൊ തോമസ് ഇല്ല, ഞാൻ പോകില്ല എന്ന് അവിടെ ഞങ്ങളുടെ മെയിൻ ആളിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ കൂടെ വിളിപ്പിച്ചിട്ട് പിന്നെ ട്രാൻസ്ഫറിനുള്ളതെല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടനും ചേട്ടത്തിനും ചോദിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ അച്ഛനും അമ്മയോടും പറഞ്ഞു, നമ്മുടെ ജീവിതം ഇല്ലേ ഗവൺമെന്റ്. അമേരിക്ക വരുമെന്ന് വിചാരം ഉണ്ടായിരുന്നു, അല്ലെ പേപ്പർ ഫയൽ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനല്ല. പെങ്ങൾ ഇവിടെ, മൂത്ത അമ്മാമ്മ ഇവിടെ അമേരിക്കയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്നായാലും പോകാവുന്ന ഒരു അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭോപ്പാലി പല കല്യാണ ആലോചന ഭോപ്പാലി ഇങ്ങനെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രൈവറ്റ് ജോലി ചെയ്യുമ്പോൾ ആരും നമ്മളെ ചോദിക്കില്ലായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ഒരു പയ്യനെ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആർക്കാ വേണ്ടി. ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞ് പല ആലോചനകളും വന്നു കഴിഞ്ഞ്. അപ്പൊ അമേരിക്ക വരേണ്ടി കൊണ്ട് ഒരു നേഴ്സ് വേണമെന്നുള്ള നേഴ്സിനെ, അപ്പൊ മൂത്ത അമ്മാമ്മയൊക്കെ ഇവിടുന്ന് പറഞ്ഞു തന്നേക്കണ്ട, മെഡിക്കൽ നേഴ്സിനെ കെട്ടിക്കൊണ്ട് വന്നാൽ ഇവിടെ ജോലിയൊക്കെ ഈസിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്നൊക്കെ അങ്ങനെ പിന്നെ റായ്പൂരിന് ട്രാൻസ്ഫർ ആയി. റായ്പൂര് ഇപ്പം ഭോപ്പാലിൽ ആലോചന വരുമ്പോഴും ഭോപ്പാലിൽ വെച്ച് പറയുമ്പോൾ എനിക്ക് കേരളത്തിൽ നിന്നുള്ള കൊച്ചു പിള്ളേർ മതി എന്ന് പറഞ്ഞൊക്കെ അന്ന് പറയുമായിരുന്നു. അപ്പൊ ചേട്ടനും ഒക്കെ പല ആലോചനകളും പലതും ഇങ്ങനെ പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ദൈവീതമല്ലെന്ന് വിശ്വസിക്കുന്നത്. എങ്കിൽ തന്നെ റായ്പൂര് വന്നു, റായ്പൂരിൽ നിന്ന് ബ്രാഞ്ച് തുടങ്ങി. ഞങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടുന്ന് ബിലാസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ, എല്ലാം മധ്യപ്രദേശ് ആയിരുന്നു അന്ന്. ഛത്തീസ്ഗഡ് ഇല്ല, മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു ഛത്തീസ്ഗഡ്. അപ്പം ബിലാസ്പൂരിൽ ഞാൻ പോയി ബ്രാഞ്ച് തുടങ്ങി. അത് ഞാനും കോട്ടയത്തുള്ള എൻ്റെ ഒരു മലയാളി സെയിൽസ്മാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവിടെ ബ്രാഞ്ച് തുടങ്ങി. അതൊരു 1.5 വർഷത്തോളം അവിടെ ബ്രാഞ്ച് ആയിട്ട് നടന്നു. പിന്നെ കമ്പനി പറഞ്ഞു ഇനി അത് ക്ലോസ് ചെയ്തിട്ട് റായ്പൂരിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് റായ്പൂര് വന്ന് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഇരിക്കുന്ന കാപ്പി കുടിക്കുന്ന സമയത്താണ്
എൻ്റെ കൂടെ ഉള്ള ഒരു പെരുമ്പാവൂക്കാരൻ പിന്നെ ജോലി ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ കാപ്പി പിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അവർ നമ്മൾ വർത്താനം പറഞ്ഞിങ്ങനെ വന്ന ഇപ്പൊ സീന എൻ്റെ ഭാര്യ സഹധർമ്മിണിയെ അങ്ങനെയാണ് ആലോചന വരുന്നത്. ആ പുള്ളി പറഞ്ഞിങ്ങനെ അറിയാവുന്ന ഒരു നേഴ്സ് വെച്ച് ഇപ്പൊ പഠിച്ചിറങ്ങിയ ബിലായിലുണ്ടെന്നും പറഞ്ഞ് ആലോചന വന്നു. അത് മുന്നോട്ട് ഏതായാലും ദൈവം സഹായിച്ച് 88 ഞങ്ങളുടെ കല്യാണം നടന്നു. 1988 ബിലായി വെച്ചു, ബിലായി മർത്തമ ചർച്ച്. ഇന്ന് ഞങ്ങൾ സന്തോഷമായിട്ട് ദൈവം നടത്തുന്നു. ഇതാണ് സ്റ്റോറി. നമുക്ക് അമേരിക്കയിലുള്ള ഭാഗം പിന്നീട് പറയാം. അതെ, അമേരിക്ക ഉള്ളത് വീണ്ടും ശേഷം കാഴ്ചയില്. ശനി വന്ന് ഇതൊന്നും പ്രിപ്പയർ ചെയ്തതല്ല കേട്ടോ, നേരെ ക്യാമറ വെച്ച് തന്നിട്ട് അങ്ങ് പറഞ്ഞതാ. ഒന്നാമത് എനിക്കിപ്പോ സംസാരത്തിനും ഇച്ചിരി പ്രോബ്ലം ഒക്കെ ഉണ്ട്, മെമ്മറി ഉണ്ട്, സംസാരത്തിനും ഫിസിക്കൽ. ദൈവം സഹായിച്ച് കുഴപ്പമില്ല പോകുന്നു. എന്നാലും എല്ലാ വാക്കുകളും പറഞ്ഞ് ക്ലിയർ ആവുന്നില്ല. എന്നെ അറിയാവുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഭോപ്പാലി എന്നുള്ളവരും മർത്തോമ ചർച്ച് എന്നുള്ളവരൊക്കെ കമന്റ് ചെയ്യണം. തീർച്ചയായും നമ്മുടെ ഒത്തിരി ആൾക്കാര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്കൊരു പറ്റിയ ഗുണമെന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം, ഞങ്ങളുടെ സേത്തോട് പ്രവാസി ഗ്രൂപ്പ്, സേത്തോട്ടിൽ നിന്ന് കേരളത്തിന് അല്ല ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുള്ളവരെല്ലാം ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. അതൊക്കെ കോവിഡിന് മുമ്പ്, ഒത്തിരി വർഷം മുമ്പായിരുന്നു. അത് രജിസ്റ്റർ ചെയ്ത ഒരു അസോസിയേഷൻ ആയിട്ട് ഞങ്ങളുടെ ഗോൾ ഇതായിരുന്നു, സേത്തോട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലുള്ളവരെ പ്രയാസപ്പെടുന്നവരെ എന്തെങ്കിലും വലിയ എമൗണ്ട് ഒന്നും അല്ല, ചെറിയ എമൗണ്ട് കൊടുത്ത് രോഗികളായ സഹായിക്കുക. ഇപ്പൊ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 100 രൂപ കൊടുക്കാന്നുള്ള. അപ്പൊ ഗൾഫിൽ പോയ ഒത്തിരി പേര് ഇൻട്രസ്റ്റ് കാണിച്ച് ഞങ്ങളൊരു പ്രവാസി രജിസ്റ്റേർഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. ഉണ്ടാക്കിയിട്ട് സേത്തോട് പ്രവാസി അസോസിയേഷൻ അതിന്റെ പേരും കൊടുത്ത് അത് ഇന്നും നല്ലതായിട്ട് നടന്നു. കോവിഡ് വന്നപ്പോൾ ഇച്ചിരി ഡൗൺ ആയി, അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ വന്ന് ശക്തി പ്രാപിച്ചു വരിക. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ സേത്തോട് ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഗുണം പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിക്രമൻ സേത്തോട് എന്ന് പറയുന്ന പുള്ളിയെ എൻ്റെ ഹൈസ്കൂൾ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച സ്കൂൾമേറ്റ് ആയിരുന്നു. എനിക്ക് ഇവിടെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരാനും പുള്ളിക്ക് അമേരിക്ക കാണണമെന്നുള്ള അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ച കാരണം എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റി. പുള്ളി കഴിഞ്ഞ 4 മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 11-ാം തീയതി സെപ്റ്റംബർ 11-ാം തീയതി ഈ 11-ാം തീയതി സെപ്റ്റംബർ 11-ാം തീയതി പുള്ളി തിരിച്ച് ഇവിടുന്ന് പോയി ഇപ്പൊ ദുബൈയിലെ മോൻ്റെ കൂടെ അവിടെ സമയം ചെലവഴിക്കുന്നു. പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും പറ്റിയ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ശനി ചോദിച്ച പോലെ ഭോപ്പാലുകാർ ഇവിടെ ഉണ്ട്, നമുക്ക് വേറെ വലിയ പിടിയൊന്നുമില്ല. പുള്ളി ഈ സേത്തോടുകാരൻ വന്നു കഴിഞ്ഞാൽ, വിക്രം വന്നു കഴിഞ്ഞുണ്ടല്ലോ, എല്ലാരും തപ്പിപ്പിടിച്ച് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി, സേത്തോട് ഫ്രണ്ട്സ് ഇൻ അല്ലെ അമേരിക്ക എന്നും പറഞ്ഞു. അല്ല അങ്ങനെ അതെ എവിടെങ്കിലും ഇവിടെ ഉള്ളവര് എൻ്റെ നമ്പര് 6308025736 ഇതിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭോപ്പാലിലുള്ള വീണ്ടും ആൾക്കാർ നമുക്കൊരു സംഗമം നമുക്ക് ചെയ്യാൻ പറ്റും. അതിയായ ആഗ്രഹത്തോട് ഞാൻ പറയുന്നു. വിളിക്കുക, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്നാ ഗോഡ് ബ്ലസ്. ഭോപ്പാൽ മർത്തോമപ്പള്ളി സെന്റ് പീറ്റേഴ്സ് മർത്തോമ ചർച്ച് ഭോപ്പാൽ. ഇപ്പൊ എൻ്റെ ഓർമ്മ ഒത്തിരി മാറി, കാരണം എനിക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു സ്ട്രോക്ക് വന്നു, ബ്ലഡ് ക്ലോട്ട് ആയിരുന്നു ബ്രെയിനിൽ. അപ്പൊ അത് കാരണം എൻ്റെ ഓർമ്മകൾ പലതും മങ്ങിപ്പോയിട്ടുണ്ട്. എന്നാലും ഓർക്കുന്ന കാര്യങ്ങൾ പറയാം. ഭോപ്പാലിൽ പുതിയ പള്ളി പണിയുന്ന സമയത്ത്, മർത്തോമപ്പള്ളി പണിയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് 78-ലായിരുന്നു എനിക്ക് തോന്നുന്നു. 79, 80-ലാ പുതിയ പള്ളി പണിത്. അപ്പം BHLനോട് ചേർന്ന്, കാരണം ഒത്തിരി മെമ്പേഴ്സ് BHL ജോലിയുള്ളവരുണ്ടായിരുന്നുകൊണ്ട് നല്ല സ്ഥലം കിട്ടിയത് BHLനോട് ചേർന്ന് സുഭാഷ് നഗർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിരുന്നു. അതെ, റെയിൽവേ ക്രോസിന്റെ BHL ജാഗ്രത വരുന്നുണ്ട്. റെയിൽവേ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് BHLോട്ട് പോകുന്ന വഴിക്കോ റൈറ്റ് സൈഡിൽ അടുത്ത വയസ്സ് സുഭാഷ് നഗർ, അതിനപ്പുറം ന്യൂ സുഭാഷ് നഗർ, പിന്നെ BHLയുടെ ഏരിയ തുടങ്ങുക, A സെക്ടർ ഒക്കെ തുടങ്ങുന്ന അയ്യോ പിന്നെ പള്ളി പണിത് മുതലേ എല്ലാം ഓർമ്മ. അതെ അത് ഞാൻ കൊയറിലുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പള്ളി പണിഞ്ഞ് ഓഡിയോ സിസ്റ്റം എല്ലാം എൻ്റെ കൈകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. സൗണ്ട് സിസ്റ്റം എല്ലാം ഭിത്തിയിലെല്ലാം സ്പീക്കറും അന്നത്തെ പഴയ അഹൂജയുടെ സിസ്റ്റം ഒക്കെ വാങ്ങിച്ചു വെച്ചതൊക്കെ
ഞാൻ ജോലി ഇലക്ട്രോണിക്സ് ഫീൽഡ് ആയിരുന്നുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ആ സമയത്തൊക്കെ എനിക്ക് സ്വന്തം കടയായിരുന്നു ടി നഗർ. ടി നഗറിൽ സ്വന്തം ബിസിനസ് ആയിരുന്നല്ലോ, പാർട്ട്ണർഷിപ്പ്. ആയിരുന്നല്ലേ? അന്നത്തെ അച്ഛനെ ഓർമ്മയുണ്ടോ? അന്നത്തെ അച്ഛൻ ഒരു സണ്ണി അച്ഛനാണെന്നുണ്ടോ? അന്ന് ആക്ച്വലി സി.സി. ഇല്ലല്ലോ, ഞങ്ങളെല്ലാം അതിനകത്ത്. അതെ, നിങ്ങളെല്ലാം സുമോദ്, എന്തുവാ, സണ്ണി എല്ലാം പാട്ടുകാർ. അവര് നല്ല പാട്ട് പാടുന്നവരുമായിരുന്നുകൊണ്ട് വയറിലുണ്ട്. പ്രമുഖ വ്യക്തികളെ ഓർമ്മയുണ്ടോ? പാപ്പി സാറിന്റെ ഒക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഒരു ടെലിഫോൺ അവർ അച്ഛനുണ്ടായിരുന്നു. പിന്നെ ഒരു മത്തായി അച്ഛനുണ്ടായിരുന്നു, മത്തായി അങ്കിള്. പിന്നുള്ളത് ഇപ്പൊ ഞാൻ 2 വർത്തങ്ങൾ മറക്കുന്നു. ഒരു വെൽഫെയർ മറിയാമ്മ ആന്റി ഉണ്ടായിരുന്നു. ഇപ്പൊ പുള്ളിക്കാരുടെ സെക്രട്ടറിയിൽ ലീലാമ്മ ആന്റി ഉണ്ടായിരുന്നു, എ സെക്രട്ടറി താമസിച്ചിട്ടുണ്ട്. പിന്നൊന്നുള്ള അവരുടെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതെ. പിന്നെ എ സെക്രട്ടറി ഹയർ സെക്കൻഡറി ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന ഒരു ജോൺ സാറ്, വി എസ് ജോൺ സാർ ഉണ്ടായിരുന്നു. അവരുടെ മോൻ സണ്ണി എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പള്ളിക്ക് വേണ്ടി ശരിക്കും നമ്മൾ ഓടി നടക്കുകയും പണി എല്ലാം ചെയ്തതാണ്. അവിടുത്തെ ഒരു സർവീസേ ഉള്ളൂ. അന്നത്തെ കൊയർ മാസ്റ്റർ ഇപ്പൊ ഡിട്രോയിറ്റിലുണ്ട്, ഷാഹിജാൻ ഇപ്പോഴും ഡിട്രോയിറ്റിലെ സെന്റ് ജോൺസ് പള്ളി എന്ന് പറഞ്ഞ പുതിയ പള്ളിയുടെ കൊയർ മാസ്റ്റർ ആണ്. പുള്ളി ഇപ്പം ഡിട്രോയിറ്റിലുണ്ട്. അന്നത്തെ ചെറുപ്പക്കാരിൽ ആരെയും ഇപ്പോൾ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ളവർ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ചെറുപ്പക്കാർ ഇവിടെ ഉള്ള ഇപ്പൊ ഞങ്ങള് ഫ്ലോറിഡ വരെ ഒന്ന് പോയായിരുന്നു, ഒർലാൻഡോ ഫ്ലോറിഡ. അവിടെ ചെന്നപ്പം ജെസി എന്ന് പറയുന്നത്, അതായത് വെൽഫെയർ മറിയാമ്മ ആന്റിയുടെ മോള് ജെസി ടാമ്പ ഫ്ലോറിഡയിലായിരുന്നു. അപ്പം ഭോപ്പാലിൽ നിന്നുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഒരു ജോയ് മാത്യു, ഹബീബ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളി ഞങ്ങളുടെ ഓപ്റ്റലില് MBSCDCയിലായിരുന്നു ജോലി. പുള്ളി അവിടുന്ന് റിട്ടയർ ആയതുകൊണ്ട് പുള്ളി ഞാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്തപ്പം അപ്പൊ എന്നോട് പറഞ്ഞു അമേരിക്കയിൽ ഇതുപോലെ ജെസി വന്നിട്ടുണ്ട്. അപ്പൊ ജെസ്സിയുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇതുപോലെ അവർ ഫ്ലോറിഡ, ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫ്ലോറിഡായി ഒർലാൻഡോയിൽ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം എവിടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ ഡ്രൈവ് ചെയ്യാൻ പ്രയാസമാണ്. ജെസ്സി പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ വന്ന് കാണാമെന്ന് പറഞ്ഞു. ഏതായാലും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവര് ഫാമിലി, മക്കള് ഉൾപ്പെടെ എല്ലാവരും കൂടെ വന്ന് കണ്ടു. ഭയങ്കര സന്തോഷമായിരുന്നു ഈ കഴിഞ്ഞ മാസം. അത് ജെസ്സി ജോലി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഓപ്റ്റലിൽ തന്നെയായിരുന്നു. ഞാൻ MP ഗവൺമെന്റ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ജോലിക്ക് കയറി കഴിഞ്ഞ് ഞാനാണ് അവിടെ നമ്മുടെ പള്ളിയിൽ നിന്ന് മലയാളികളിൽ ആദ്യം ജോലിക്ക് കയറിയ ആദ്യത്തെ ഒരാൾ. അപ്പൊ അങ്ങനെ കയറി കഴിഞ്ഞപ്പം പുള്ളി എബി വർക്കി എന്നും പറഞ്ഞ ഒരു MSCT ജോലി ഉണ്ടായിരുന്ന ഒരു എബി വർക്കി. അപ്പൊ പുള്ളി എന്നെ അവിടെ ജോലിക്ക് ഇത് ചെയ്തു. അപ്പോ ഞാൻ കയറി കഴിഞ്ഞ് ഒത്തിരി പേരെ ഞാൻ അവിടെ റെഫർ ചെയ്യുകയും അങ്ങനെ ആൾക്കാർ അവിടെ നമ്മുടെ അന്ന് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ പുതുതായിട്ട് തുടങ്ങിയ ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ അവിടെ ജോലിക്ക് കയറുകയൊക്കെ ചെയ്തു, അവർക്കും കയറാൻ പറ്റി. അങ്ങനെ കയറിയ ഒരാളാണ് ജെസ്സി. അല്ലല്ല, ജെസ്സി ഇപ്പൊ ഇങ്ങനെ ഭോപ്പാലിൽ തന്നെ വിസിറ്റിന് വരും. മോളും മോനും ഇവിടെ ഉണ്ട്. അപ്പൊ വിസിറ്റിന് വരും, വന്നു പോയിരിക്കും. അന്ന് ഭോപ്പാലിൽ അറിയപ്പെടുന്ന മലയാളികൾ ആരെയൊക്കെ ഓർമ്മയുണ്ട്? SK നായരും അനിലിന്റെ അവരൊക്കെ മനസ്സിലുണ്ട്. പിന്നെ നായർ സാറ് വരുമ്പോ ചേട്ടനെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ. നായർ സാറിന്റെ മോനും ഇവിടെ ഉണ്ടായിരുന്നു ഷിക്കാഗോയിൽ. ഇൻഡസ്ട്രിയൽ പിന്നെ ഒരു അഡ്വക്കേറ്റ് തോമസ് പണിക്കർ പുള്ളി പഠിക്കാൻ വന്ന പുള്ളി കുവൈറ്റിലെ ഇപ്പൊ അഡ്വക്കേറ്റാണ്. പിന്നെ ഒരു ഡോക്ടർ തോമസ് പണിക്കർ ഉണ്ടായിരുന്നു, വെറ്റിനറി ഡോക്ടർ ആയിരുന്നു. പുള്ളി അതിന്റെ മെയിൻ ആളായിരുന്നു, ഡയറക്ടർ വെറ്റിനറി ഹോസ്പിറ്റലിന്റെ എല്ലാം കുണ്ട്രക്കാരൻ തോമസ് പണിക്കർ. അങ്ങനെ പഴയ ആൾക്കാര്. പിന്നെ നമ്മുടെ ഞാൻ പേര് മറന്നുപോയി, ഷിക്കാഗോ മർത്തോമ ചർച്ച് ഇവിടെ ഷിക്കാഗോയിലെ ഒരു അങ്കിള്, അവിടുത്തെ ഒരു അങ്കിളിന്റെ വന്നായിരുന്നു. ഞാൻ പേര് വിട്ടു, ചേട്ടന് ഓർമ്മയാണ്, എനിക്ക് ഓർമ്മ കിട്ടും, ആ പേര് ഓർമ്മ കിട്ടും. ഭോപ്പാലിൽ നിന്ന് അമേരിക്കയിലോട്ട് വന്ന ആൾക്കാരിൽ ആരെയൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓർമ്മയുണ്ട്? ഭോപ്പാലിൽ നിന്ന് അമേരിക്ക വന്ന ഇപ്പൊ നമ്മുടെ ഇത് എന്തുവാ ടെലിഫോൺ അവറാച്ചാന്റെ ബ്രദേഴ്സ് ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുണ്ട്. ഷിക്കാഗോ മർത്തോമ ചർച്ച് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അവരിപ്പോഴും ഞങ്ങളുടെ പള്ളി സെന്റ് തോമസ് മർത്തോമ ചർച്ചിൽ അവരിപ്പോഴും ഉണ്ട്. പിന്നെ ഭോപ്പാലിൽ നിന്ന് വന്നിട്ടുള്ള ഇവിടെ മറ്റാരും റെഞ്ചി എങ്ങനെയാ ഭോപ്പാലിൽ എത്തിപ്പറ്റതിനെ പറ്റി ഒന്ന് പറയാമോ? അപ്പോൾ സോറി, ഇടയ്ക്കൊരു കോൾ വന്ന കാരണം അത് ഒന്ന് ഡിസ്റ്റർബായി.
എന്നാലും കണ്ടിന്യൂ ചെയ്യാം. അപ്പം BHEL അല്ലെ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെ എനിക്ക് കൂടെ പോകാനും എലിവേറ്ററിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കാനും പറ്റി. അങ്ങനെ എലിവേറ്റർ വർക്ക് ചെയ്യുന്ന മറ്റേ അതുവരെ അറിയത്തില്ലായിരുന്നു. അതിന്റെ ഇലക്ട്രോണിക് അതെ, മെഷീൻ പാർട്ടും മെക്കാനിക്കൽ പാർട്സും കൺട്രോൾ, ഇലക്ട്രോണിക് ബോർഡൊക്കെ അത് കൺട്രോൾ ചെയ്യുന്ന സിഗ്നലല്ല. അപ്പോൾ ഓരോ ഫ്ലോർ വരുമ്പോൾ നിൽക്കുന്ന, അതായത് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, എന്നാലും അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതെല്ലാം പഠിക്കാൻ പറ്റി. അന്ന് ശനി അതിന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഒത്തിരി. ഞാൻ ഇന്നും എലിവേറ്ററിൽ കയറുമ്പോൾ അത് ഓർക്കുന്ന കാര്യമാണ്. എവിടെ ഇപ്പോൾ അമേരിക്ക വന്നാലും എലിവേറ്റർ എല്ലാം യാത്ര ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ഓർക്കുകയും പറയുകയും ചെയ്യാനുള്ള കാര്യമാണ്. അന്ന് ശനി എന്നെ അവസരം തന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ഇൻസിഡന്റ് ഭോപ്പാലിൽ നടന്നു. പിന്നെ ഗ്യാസ് ട്രാജഡി നടന്നപ്പോൾ ഞങ്ങളെല്ലാം വീട്ടില് ഇതുപോലെ സന്ധ്യാസമയത്ത് ഒന്നിച്ചിരുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പം രാത്രിയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങള് കിടന്നു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഞങ്ങളുടെ നെയ്ബറിന്റെ ഒരു വീട്ടിലോട്ട് ഒരു വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് അപ്പൊ പറയുന്ന ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷെ എൻ്റെ ചേട്ടത്തി അമ്മമ്മ മൂത്ത മോളെ ഫുൾ ടൈം പ്രഗ്നന്റ് ആയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ നമുക്ക് വെളി വർത്താനം പറയുന്നത് കേൾക്കാം. ഞങ്ങളുടെ നെയ്ബർ അവിടുത്തെ ലോക്കൽ ആളായിരുന്നു. അപ്പൊ അവരോട് ഇങ്ങനെ വന്ന ആൾക്കാർ പറയുന്നത് കേട്ട് ഇങ്ങനെ ഗ്യാസ് ലീക്കായെന്നോ, അല്ലെങ്കിൽ അത് കാരണം ബസ്സൊന്നും സിറ്റിയിലോട്ട് പോയില്ല. അവര് മറ്റേത് ഇൻഡോർ ജബൽപൂർ എങ്ങാണ്ട് പോയിട്ട് വരുന്ന സമയത്തുമായിരുന്നു. അപ്പൊ അവർക്ക് ലോക്കൽ ബസ് സ്റ്റാൻഡിൽ പോകാൻ പറ്റാതെ, അത് സിറ്റിക്ക് അകത്താണ് ബസ് സ്റ്റാൻഡ്, മെയിൻ ബസ് സ്റ്റാൻഡ്. അവിടെ പോകാതെ ബസ്സുകാർ ഇങ്ങനെ ഔട്ടർ ഏരിയയിൽ കൊണ്ട് അവരെ ഓരോരുത്തരെ ഇങ്ങനെ ഓരോ ഏരിയ ഡ്രോപ്പ് ചെയ്ത് പോകുമായിരുന്നു. അപ്പൊ അവരിങ്ങനെ അറിയാവുന്ന വീട്ടിലോട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവർ വന്ന റീസണൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്ന് ആ വീട്ടുകാരോട് പറയുന്ന ഇങ്ങനെ അമ്മാമ്മ കേട്ടോണ്ട് കിടന്നു. ഗ്യാസ് ട്രാജഡി, യൂണിയൻ കാർബൈഡ് എന്നൊക്കെ കേട്ടപ്പോൾ. അപ്പൊ എൻ്റെ ബ്രദർ യൂണിയൻ കാർബൈഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പം പുള്ളി അങ്ങനെ അപ്പൊ യൂണിയൻ കാർബൈഡ് എന്നോട് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ അച്ഛനെ വിളിച്ചുണർത്തി. അമ്മാമ്മ രാത്രി ഫുൾ ടൈം പ്രഗ്നന്റ് ആയതുകൊണ്ട് രാത്രി ഉറക്കമില്ലായിരുന്നായിരുന്നു പറഞ്ഞു. ഉറക്കം വളരെ കുറവായിരുന്നു. അപ്പൊ അത് കേട്ടു. അപ്പൊ അച്ഛനെ ഉണർത്തി കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പുള്ളി വെളിയിൽ ഇറങ്ങി. ആ സമയത്ത് ഞാനും ഉണർന്നു. ഞങ്ങളെല്ലാവരും വെളിയിൽ ഇറങ്ങി ഇങ്ങനെ വന്ന ആൾക്കാരോടും നെയ്ബറിനോടും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം അപ്പം കാര്യങ്ങൾ ചേട്ടന് മനസ്സിലായി. ഇപ്പം പക്ഷെ അവർ പറഞ്ഞതേ ഉള്ളൂ, സിറ്റിക്കകത്തോട്ട് ആരെയും യാത്ര അനുവദിക്കുന്നില്ല, ഇങ്ങനെ ബസ് കൊണ്ട് വിട്ടതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ വിളിച്ചു ചോദിക്കാനെ കൊണ്ട് നോക്കിയപ്പോൾ ഫോണുള്ളത് ഈ ശനിക്ക് മാത്രമേ ഉള്ളൂ. ശനിയുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് വീടായിരുന്നു. റോഡൊന്ന് ചെറിയ റോഡാ കോളനിക്ക് അകത്തൂടുള്ളത്. അപ്പൊ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ശനിയുടെ വീടാണ്. അപ്പൊ ചേട്ടന് ശനിയുടെ അടുത്ത് പോയിട്ടാണ് ഫോൺ ചെയ്ത് യൂണിയൻ കാർബൈഡിലെ സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പൊ എല്ലാം അണ്ടർ കൺട്രോളാ, ഗ്യാസ് ലീക്ക് ആവേണ്ടി ആയി, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വെളിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എല്ലാവരും ഇങ്ങനെ രാത്രി ഇങ്ങനെ കണ്ണ് തീരുമാൻ തുടങ്ങി. അപ്പം കണ്ണു തൂക്കാനും ഇത് കണ്ടുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, ഇത് ഗ്യാസിന്റെ എന്തോ പിന്നെ ഇവിടെ എഫക്റ്റ് വന്നിട്ടുണ്ട്, എല്ലാവരും പരിക്കകത്ത് കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഈ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നുകൊണ്ട് പാതിരാത്രിയായി. അപ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നുകൊണ്ടായിരിക്കും എല്ലാവരും കണ്ണു തിരുമുന്നത്. ഉറക്കത്തിന്റെ ഇതാണെന്ന്. പക്ഷെങ്കില് ഈ ഗ്യാസിന്റെ അവിടെ എന്തോ അതിന്റെ ഇത് വന്നെന്നാ അറിഞ്ഞു. അങ്ങനെ എല്ലാവരും ചേട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അകത്ത് കയറി. അപ്പൊ പുള്ളി പറഞ്ഞു, ഇനിയും എങ്ങും പോകാനും പറ്റില്ല, പോയിട്ട് കാര്യവും ഇല്ല. എല്ലാവരും പരിക്കകത്ത് കയറി കഥ അടച്ച്. അപ്പം ഇത് ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇതേ ഉള്ളൂ, വെള്ളം നമ്മൾ എല്ലായിടും ഇത് ചെയ്യുക, സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യണം. അപ്പൊ അന്ന് അവിടത്തേക്ക് ജനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഭോപ്പാലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെ തുറന്ന ജനലുകളായിരുന്നു. അത് തണുപ്പ് സമയമായിരുന്നു, അതുകൊണ്ട് ജനലൊക്കെ തുറന്ന് ഇടുകയില്ലായിരുന്നു, അടച്ചിരുന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് റൂമിൽ കിടക്കാൻ കയറിയപ്പം കർട്ടനെല്ലാം അങ്ങ് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് പിന്നെ എയർ കയറുന്ന ഗ്യാപ്പിലെല്ലാം പുറത്തും പഴയ തുണിയൊക്കെ നനച്ച് അങ്ങ് എയർ ഇങ്ങനെ കയറാതെ എല്ലാം ഗ്യാപ്പിലെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞ് കിടന്നു. ഞാൻ കിടന്നു, നനഞ്ഞ തുണി മുഖത്ത് ഇട്ട്. രാത്രി തണുപ്പാന്ന് ഓർത്തോണം. ഡിസംബർ മാസം നല്ല തണുപ്പുള്ള സമയമാണ്.
അപ്പോൾ നനച്ചു തുണി മുഖത്തൊക്കെ ഇട്ടുകൊണ്ട് കിടന്നു. എനിവേ രാവിലെ വെളുപ്പിന് ഒരു 3-4 മണി ആയപ്പോഴും 1 മണിക്ക് ഞങ്ങൾ കിടന്നു, 1-1:30 ആയപ്പോഴാണ് കിടന്നത്. ഈ സംഭവം എല്ലാം കഴിഞ്ഞു. വെളുപ്പിന് ഒരു 4 മണി ആയപ്പോൾ എണീറ്റ് കഴിഞ്ഞ് ഈ പറഞ്ഞ ശനി ഞാനും എല്ലാം കൂടെ ഞങ്ങൾ പറഞ്ഞു ഏതായാലും ഇതൊന്ന് പോയി നോക്കാം. ഇവിടെ യൂണിയൻ കാർബൈഡ് സിറ്റിയുടെ അടുത്ത് തന്നെയാണ്, അതിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താന്ന് പറഞ്ഞ് നോക്കി. അപ്പോൾ അവിടെ പോയി അറിയാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ബൈക്ക് എടുത്ത് ഞങ്ങൾ പോയി പോകുന്ന വഴിയൊക്കെ മെയിൻ റോഡിൽ അവിടെ സംഭവം നടന്നായിട്ടൊന്നും ആർക്കും അറിയത്തില്ല. എല്ലാം റോഡിലെല്ലാം ഇങ്ങനെ പൊതിച്ചു മൂടി ആൾക്കാരാണ്. ഈ കടത്തിണ്ണയിലും റോഡ് സൈഡിലും എല്ലാം കിടക്കുന്ന ആൾക്കാരുണ്ട്, കിടന്നുറങ്ങുന്ന പാവപ്പെട്ടവരും അവിടെ ഭിക്ഷയാചിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ കടന്നു കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോയി എന്നാ ഇനി ഇവിടെ ഒന്നും അറിയുന്നില്ല, ഹോസ്പിറ്റലിൽ പോയി അറിയാമല്ലോ എന്ന് പറയും. അവിടെ മെഡിക്കൽ കോളേജാണ്, ഹമീദിയ മെഡിക്കൽ കോളേജ് എന്ന് പറയും. അപ്പം എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ആൾക്കാർ പോകുമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ആ വഴി തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയും അന്നേരം ചെന്നപ്പോൾ വലുതായിട്ടൊന്നും സംഭവം നടന്നായിട്ടൊന്നും അറിയുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ വരികയും വന്നുകൊണ്ടേയിരുന്നു. ശ്വാസം മൂക്കും കണ്ണുമൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ വളരെ പ്രയാസത്തോട് വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കി ആ ക്രൗഡ് ഇങ്ങനെ കൂടിക്കൂടി വരിക. ഇപ്പൊ 2 പേരായിരുന്നു, പിന്നെ 4 പേരായി, എല്ലാം അങ്ങനെ പിന്നെ അത് നമ്പർ ഇരട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് ആൾക്കാരുടെ ഒത്തിരി വരവ് കൂടി കഴിഞ്ഞപ്പോൾ അവിടെ വാർഡിലൊക്കെ ആൾക്കാർ വന്നവരൊക്കെ ആദ്യമൊക്കെ അഡ്മിറ്റ് ചെയ്ത് അവിടെ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി ഇതിനുള്ള സൊല്യൂഷൻ ഡോക്ടർ പറഞ്ഞാൽ പിന്നീടാണ് ഇതൊക്കെ അറിഞ്ഞത് കേട്ടോ. പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം അവർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടർ കൊടുക്കുക. ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും റിലീഫ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ ലങ്സ് ഇത് പ്രോബ്ലം ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി, ശ്വാസം മുട്ടുകാർ. പക്ഷേ ഈ അവിടെ ഓക്സിജൻ സിലിണ്ടറൊക്കെ സപ്ലൈ ലിമിറ്റാണ് മെഡിക്കൽ കോളേജാന്ന് പറഞ്ഞാൽ. ഒത്തിരി പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാർഡിലൊക്കെ അഡ്മിറ്റായി അതെല്ലാം ഫുള്ളാകാൻ തുടങ്ങി. പിന്നെ നോക്കിക്കുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിന്നെ അവർ ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞാൽ മോർച്ചറിലോട്ട് കൊണ്ടുപോകാം. മോർച്ചറി ചുരുക്കം പറയാൻ സമയം കഴിയുന്നത് രാവിലെ ഒരു 6-7 മണി ആയപ്പോഴത്തേക്ക് മോർച്ചറി വരെ ഫുള്ളായി. വെളിയിൽ അതിൻ്റെ ഒരു പാർക്ക് പോലൊരു സ്ഥലമുണ്ട്, മോർച്ചറിയുടെയും മറ്റേ ഹോസ്പിറ്റലിലെ വാർഡിൻ്റെ അവിടെ കൊണ്ട് ബോഡി കടത്തി ഇങ്ങനെ പാർക്കിൽ കൊണ്ട് ഡെഡ് ബോഡി മറ്റിടത്ത് വരാൻ തെളിയുന്ന സ്ഥലമില്ല, അത് മോർച്ചറി ഫുള്ളായി കഴിഞ്ഞു. അങ്ങനത്തെ സീനൊക്കെ കണ്ടു കഴിഞ്ഞ ഞങ്ങൾ അവിടുന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെപ്രാളം കൂടി. ശരിക്കും പേടി അന്നേരമാണ് വന്നത് ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ തിരിച്ച് വന്ന വഴി തന്നെ ഹമീദിയ റോഡിൽ കൂടെ ബസ് സ്റ്റാൻഡിലെ റെയിൽവേ സ്റ്റേഷൻ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ കടത്തിണ്ണയിലൊക്കെ കിടന്നുറങ്ങിയവർ, മൂടിപ്പൊച്ച് കിടന്നുറങ്ങിയവർ ഒറ്റ ബോഡി അവിടെ ഒന്നും കാണാനില്ല. എല്ലാം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി ട്രക്ക്, വെളുപ്പിനെ തന്നെ മിലിറ്ററി ട്രക്കിൽ ഇത് വന്നിട്ട് ആൾക്കാരെ അവർ ഇത് എല്ലാം ബോഡിയാന്ന് പറഞ്ഞ ആൾക്കാരെ അവിടെ കിടന്നവരെല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞെന്നാണ് പിന്നീട് അറിഞ്ഞത്. അപ്പോൾ ആ റോഡെല്ലാം കിടന്ന് ഞങ്ങൾ കണ്ടേച്ച് പോയ ആൾക്കാരെല്ലാം ഒരെണ്ണം പോലും അവിടെ ഇല്ല, എല്ലാം ക്ലീനപ്പായി. അങ്ങനത്തെ ഒരു സംഭവം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായി. രാത്രി വെളുപ്പിനെ പിന്നെ രാവിലെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഈ സംഭവമൊക്കെ ഇങ്ങനെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന പുള്ളിയുടെ പേരെന്തായിരുന്നു, നമ്മുടെ നെയ്ബർ, അല്ലല്ല മറ്റേ മലയാളി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അവിടെ സിറ്റിയിലെ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. അയാൾ ഞങ്ങളുടെ അടുത്ത് വേറൊരു മലയാളി ഫാമിലി അവിടെ താമസം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 7 മണി കഴിഞ്ഞ് ഞങ്ങൾ വന്ന് 8 മണി 9 മണിക്ക് ഇത് വർത്താനം പറഞ്ഞു വന്നപ്പോൾ ഒരു ഫാമിലി അവിടെ വന്നു, ഹസ്ബൻഡും വൈഫും കൂടെ. പുള്ളി സിറ്റിയിലെ ഒരു ഈ ബിൽഡിംഗ് കോൺട്രാക്ടറായിരുന്നു. പുള്ളിയുടെ വീടെന്ന് പറയുന്ന ഈ സിറ്റി സംഭവം നടന്ന യൂണിയൻ കാർബൈഡിന്റെ അടുത്തുള്ള ഒരു ചേരി എന്ന് പറഞ്ഞാൽ വീട് പുള്ളിക്ക് സ്വന്തം വലിയ വീടുള്ള ആളാണ്. അപ്പം ആ സ്ഥലത്തായിരുന്നു അവരാ വീട്ടിൽ ഇവിടെ വന്നിരിക്കുന്നത്. അവർ രാത്രി ഓടിയ കഥകളും ഇതെല്ലാം പറയുന്നത് ഞങ്ങളിത് കേട്ടുകൊണ്ടിരുന്നിരുന്ന് ആ വീട്ടിൽ അവരിങ്ങനെ കസരയിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളിക്കാരി വൈഫാണെങ്കിൽ ബെഞ്ചായിരിക്കുമായിരുന്നു, അവിടുത്തെ വീടിനകത്തിട്ട് ബെഞ്ചായിരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പുള്ളിക്ക് പറയാൻ, ഇപ്പം ഞാൻ വർത്താനം പറയുന്നത് ശ്വാസം മുട്ടൽ പോലെ തോന്നി പിന്നെ അത് കൂടി വന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ സംഗതി എന്തോ പുള്ളിക്ക് ശരിയല്ല, കുഴപ്പമായിരുന്നു. അപ്പോൾ പുള്ളിക്കാർ പറയുന്നുണ്ട് രാത്രി ഓടിയ കഥയൊക്കെ ഇങ്ങനെ. ആ പുള്ളിക്ക് ശ്വാസം മുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങള് അപ്പോൾ പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ എന്നും കണ്ട് ബെഞ്ചൊക്കെ കടത്തി കഴിഞ്ഞിട്ടും പുള്ളിക്ക് കുറവൊന്നും വരുന്നില്ല. അപ്പം സംഗതി മനസ്സിലായി. ചേട്ടനും അന്നേരം പറയുന്നുണ്ട് ഇത് പുള്ളിക്ക് ഗ്യാസ് അഫക്റ്റ് ചെയ്ത ആളാണ്, അതുകൊണ്ട് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്,
എന്നും പറഞ്ഞ് ഓട്ടോ വിളിക്കാനൊക്കെ ഉണ്ട്. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ പോയി ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം, ഞങ്ങളുടെ അവിടുന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങി ഒറ്റ ഓട്ടോ അവിടെ കിട്ടാനില്ല, ഒരെണ്ണം പോലും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഏതായാലും കൈ കാണിച്ച് നിർത്തി, ഒരെണ്ണം വന്ന് നിർത്തി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി കുഴപ്പമില്ല. കാരണം എല്ലാവരും അന്ന് രാവിലത്തെ ഈ രാത്രിത്തെ സംഭവം പകലുള്ള ന്യൂസും കൂടെ കേട്ട് കഴിഞ്ഞാൽ എല്ലാം പേടിച്ച് ഓടുക അവിടുന്ന്. കാരണം അവിടെ വിട്ടു പോകാനുള്ള പരിപാടിയാണ് ഭോപ്പാൽ സൈറ്റ്. യൂണിയൻ കാർബൈഡിൻ്റെ അടുത്ത് നിന്ന് ദൂരെ എവിടെയെങ്കിലും പോകാനുള്ള പരിപാടി. അപ്പോൾ ഏതായാലും ആ ഓട്ടോക്കാരൻ വന്ന് ഞങ്ങൾക്ക്, അപ്പോൾ ഹമീദിയ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലെ സിറ്റുവേഷൻ രാവിലത്തെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ വേറൊരു ഹോസ്പിറ്റൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാരത് ഹെവിയിലെ BHELൻ്റെ ഹബീബ്ഗഞ്ചിലെ കസ്തൂർബ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ പിന്നെ ഉള്ളത്, നല്ല ഹോസ്പിറ്റൽ. അപ്പോൾ പുള്ളി അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോക്കാരനോട് പറഞ്ഞു, അവനെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഇത് സിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് ഞങ്ങൾ അങ്ങനെ പോയി ഹമീദ് ഹോസ്പിറ്റലിൽ ചെന്ന്. അപ്പം ചേട്ടന്, ഞാൻ ഈ ഓട്ടോയിൽ കയറിയിരുന്ന പുള്ളിയും കൊണ്ട് അങ്ങ് പോയി ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ ഞാൻ മർത്തോമപ്പള്ളി വരുന്ന പിന്നെ പല ആൻറ്റിമാരും അവിടുത്തെ നേഴ്സസാണ്. അപ്പോൾ അങ്ങനെ പരിചയമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൻറ്റി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യിച്ച് ഓക്സിജൻ കൊടുക്കുക. അപ്പോൾ ഓക്സിജൻ്റെ കാര്യമൊക്കെ ഈ ഹമീദ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വെളുപ്പിനുള്ള എക്സ്പീരിയൻസ് ചെയ്താണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോയി. ചേട്ടന് പുള്ളിയുടെ സ്വന്തം വണ്ടിയിൽ ചെറിയ മോപ്പട പുള്ളിക്ക് ഉണ്ടായിരുന്നത്. മോപ്പടയിൽ പുള്ളി ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്ക് പുള്ളി പുറകെ വന്നു. ഞാൻ കുട്ടി ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പുള്ളിയെ ഹോസ്പിറ്റലിൻ്റെ 4ാമത്തെ ഫ്ലോറിൽ, ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പുള്ളി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനും ചേട്ടൻ കൂടെ അഡ്മിറ്റ് ചെയ്ത് പുള്ളിക്ക് ഓക്സിജൻ കൊടുത്തിച്ച് റിലീഫായി. പുള്ളി ഇങ്ങനെ ശാന്തമായ രീതി കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ മേളത്തെ ജനലിൽ നോക്കുമ്പോൾ, റോഡിലോട്ട് നോക്കുമ്പോൾ കാണുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു ജനക്കൂട്ടം ആൾക്കാർ ആ റോഡെ ഓടി ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് വരുന്നതാണ് കാണുന്നത്. അതായത് സിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് ഓടി വരും ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് താഴെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് താഴെ എന്തോ തിരക്കിയപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയുന്നു ഇങ്ങനെ പോലീസ് അനൗൺസ് ചെയ്തു, ഗവൺമെൻറ് അവിടുന്ന് അവരെല്ലാവരും അനൗൺസ് ചെയ്യുന്നുണ്ട് വീണ്ടും ഗ്യാസ് ലീക്കായി എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പേടിച്ചു. കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, അല്ല എൻ്റെ ജ്യേഷ്ഠത്തി, പുള്ളിക്കാരി വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇവരെ കൊണ്ട് പോയത്. പുള്ളിക്കാരിയാണെങ്കിൽ ഫുൾ ടൈം പ്രഗ്നൻറ്റുമാ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഈ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ശനിയൊക്കെ ഉള്ള അയലോക്കത്തുള്ളത്. അപ്പം ഇവരൊക്കെ രാവിലെ ഞങ്ങൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വെച്ച് പിന്നെ ഇവിടെ പോയെന്ന് അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ അമ്മമ്മ തന്നെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് അറിയാതെ അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ കമ്പനിയുടെ ബൈക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അതേൽ രാജദൂതിൻ്റെ ബൈക്കായിരുന്നു. അപ്പോൾ ചേട്ടനെ മോപ്പടായതുകൊണ്ട് പെട്ടെന്ന് വിട്ടു വരാൻ പറ്റില്ല. അപ്പം ഞാനങ്ങനെ പെട്ടെന്ന് ഇതേ പോരാമെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങോട്ട് ഓടുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ വലിയ പ്രയാസമായിട്ടോ. അപ്പോൾ റോഡല്ല, റോഡിന് സൈഡിൽ കൂടെ ഒക്കെ വെളിയിൽ കൂടെ ഒക്കെ ഇറക്കി വിട്ടാൽ പെട്ടെന്ന് ഞാൻ വിട്ടു വന്നു. അപ്പോൾ കാരണം ഈ അമ്മാമ്മയെ പറ്റിയുള്ള ചിന്തയാണ് മനസ്സിൽ. ഞാൻ വിട്ടു വന്ന് ചേട്ടന് പതുക്കെ പിന്നെ പുള്ളി ഓടിച്ച് വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണുന്ന അമ്മാമ്മ വളരെ കൂളായിട്ട് വീട്ടിൽ നിൽപ്പുണ്ട് ആകെ. അപ്പോൾ വരുന്ന വഴിയെല്ലാം ഞാൻ കണ്ണും ഇങ്ങനെ തുറന്ന് എവിടെയെങ്കിലും ബേൺ ചെയ്യുന്നുണ്ടോ, ഫീലിംഗ് എന്തെങ്കിലും ഉണ്ടോ, മണമുണ്ടോ, ഇതൊക്കെ പിടിച്ചാണ് വരുന്നത്. പക്ഷേ ഈ ഗ്യാസിന് മണവും ഇല്ല, ഒന്നുമില്ല. ഇനി അല്ലാതെ ആ ഗ്യാസ് അതാണ് തലേദിവസം ഞാൻ കൊണ്ടുപോയ ഫീലിംഗ്, കണ്ണ് ഒക്കെ ബേൺ ചെയ്യുന്ന ഒരു സെൻസേഷൻ വരുമല്ലോ എന്നും കണ്ട് അങ്ങനെ നോക്കിയിട്ടും ഒന്നും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ അപ്പം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ലീക്ക് ആയില്ലായിരുന്നു. പിന്നെ ഇത് അറിഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽസ് എല്ലാം കൂടി ഈ രാത്രി ഉണ്ടായ സംഭവത്തിന് ദേഷ്യം വന്നിട്ട്, അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒത്തിരി പേര് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മരിച്ചു പോയി. അവർക്ക് ദേഷ്യം സഹിക്കാൻ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽസ് എല്ലാം കൂടെ അങ്ങ് ഇളകിയിട്ട് ഇപ്പം കാർബൈഡ് കത്തി നശിപ്പിക്കും, അടിച്ചു പൊളിക്കുമെന്നും പറഞ്ഞ് ഭയങ്കര ജനക്കൂട്ടം ആൾക്കാരെല്ലാം കൂടെ കൂട്ടമായിട്ട് കാർബൈഡിലോട്ട് ചെന്നു. യൂണിയൻ കാർബൈഡിൻ്റെ ഫാക്ടറിയുടെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയർ ഗ്യാസ് പൊട്ടിച്ചിട്ട് അപ്പോൾ ഇവരുടെ കണ്ണെല്ലാം ബേൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തലേദിവസത്തെ അവർക്ക് ആ ഒരു സെയിം ഫീലിംഗ് വന്നു. അന്നേരം അവർ അനൗൺസും ചെയ്തു വീണ്ടും ഗ്യാസ് അടുത്ത ടാങ്ക് പൊട്ടിയെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ തിരിച്ചോടി ആ കൂട്ടത്തിൽ ആ ബഹളം കേട്ട് ഓടിയവരെയാണ് ഞങ്ങൾ കണ്ടത്. അല്ലാതെ റിയലി ഗ്യാസ് പൊട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കാരണം ഈ ലോക്കൽ ആൾക്കാരെ ചെന്ന് വീണ്ടും അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ടാങ്കോ അല്ല ഫാക്ടറിക്ക് എന്തെങ്കിലും
പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ മൊത്തം വീണ്ടും നശിക്കും. അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് ഗവൺമെന്റ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു. ടിയർ ഗ്യാസ് പൊട്ടിച്ചിട്ട് വീണ്ടും ഗ്യാസ് ലീക്കായി എന്നും പറഞ്ഞു. ഏതായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അന്ന് ഗ്യാസ് അത് പിന്നെ ലീക്കാകാതെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ അയലോക്കത്തെ ഈ ശനി ഉൾപ്പെടെ എല്ലാവരും അവിടെ കാര്യമായി. നിങ്ങൾ എവിടെ പോയായിരുന്നു? ഓ, ശനി വിട്ടു. അയ്യോ, ഏതായാലും ഞങ്ങളുടെ അയലോക്കത്തുണ്ടായിരുന്ന ഭട്നാർ എന്ന് പറയുന്ന നെയ്ബർ, പുള്ളിക്ക് കാറൊക്കെ ഉള്ള പാർട്ടിയായിരുന്നു. പുള്ളി കയറാൻ നേരം അമ്മമ്മയോട് ചോദിച്ചു വരുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാർ പറഞ്ഞു എൻ്റെ ഭർത്താവ് അന്യനും ഇല്ല, ഞങ്ങൾ വരികയില്ല, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ ഇട്ടിച്ച് അവരും അവരുടെ പാട്ടു. ഞാൻ വന്നപ്പോൾ കോളേജിന് മൊത്തം എംറ്റി, ന്യൂസ് പേഴ്സണൽ മൊത്തം എംറ്റി, ഒരു വീട്ടിലും ആൾക്കാരില്ല. അമ്മാമ്മ മാത്രം വെളിയിൽ ഇങ്ങനെ ഡോറിന് കഥ കടച്ച് വെളിയിൽ നിൽപ്പുണ്ട്, ഫെൻസിനടുത്ത് ഇങ്ങനെ. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ മറക്കാനാവാത്ത ചിത്രങ്ങളാണ് മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. പിന്നത്തെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ പക്ഷെ അന്ന് പിന്നെ ആ സെക്കൻഡ് ഡേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവര് അനൗൺസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റി പറയുമ്പം അപ്പോൾ ഒരു ടാങ്കും കണ്ടേ ഇത് അഫക്റ്റഡ് ആയുള്ളൂ, ലീക്ക് ആയുള്ളൂ. പിന്നെ രണ്ടെണ്ണം കൂടെ മൂന്നെണ്ണം കൂടെ പിന്നെ കിടക്കുക. ഈ സെയിം MIC എന്ന് പറയുന്ന ഗ്യാസ്, മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഗ്യാസ് വീണ്ടും കിടക്കുക. അപ്പൊ അതെല്ലാം കാണാൻ വീണ്ടും പോയി വല്ലതും തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ അതിനുവേണ്ടി അത് ടാങ്കെല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ, എംറ്റി ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പരിപാടിയായി. ഇത് അമേരിക്കൻ കമ്പനിയാണല്ലോ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ടും എല്ലാം ചർച്ച ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങി. അങ്ങനെ പിന്നെ അവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുക. 2-3 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഒഴിപ്പിക്കുന്ന ഡേറ്റ് ഒക്കെ അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും മാറി താമസിക്കണം എന്നുള്ള അവസ്ഥയൊക്കെ വന്നു. അപ്പൊ ആ സമയങ്ങളായിരുന്നു പിന്നെ പേടി ശരിക്കും ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ പോകും, എങ്ങോട്ട് മാറി താമസിക്കും, ഭോപ്പാൽ വിട്ട് വേറെ എവിടെ പോകാനാ? നമുക്ക് പിന്നെ കേരളത്തിൽ വരെ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ മറ്റെങ്ങും ഔട്ടർ സ്റ്റേറ്റോ മറ്റെങ്ങും പോയിട്ട് കാര്യമില്ല. ഏതായാലും പിന്നുള്ള കാര്യമൊക്കെ അവിടെ തന്നെ താമസിച്ചു. പിന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ കുഴപ്പമൊക്കെ ഇല്ലാതെ പോയി സംഭവമായിരുന്നു. ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റിയുള്ള മറക്കാനാവാത്ത നിമിഷങ്ങൾ. അങ്ങനെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനും പറ്റി അതിൽ കൂടി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം ആ പുള്ളി ജീവിച്ചിരിക്കുന്നു. പുള്ളി ഇറങ്ങി ഓടി ചരിത്രമൊക്കെ ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളി രാത്രി ഡോറ് പോലും, വീടിന്റെ കഥക് പോലും പൂട്ടാതെ അടയ്ക്കാതെ ചാരാതെ പോലും ഇറങ്ങി ഓടുമായിരുന്നു. രണ്ടുപേരും കൂടെ പോകുന്ന വഴിയൊക്കെ അവിടെ ആൾക്കാരെല്ലാം കൂടെ കൂടി കേടായി കിടന്ന ഈ ട്രക്കൊക്കെ ലോറിയൊക്കെ തള്ളി സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ടാണ് ഈ പുള്ളിക്ക് അത്ര ആണുങ്ങൾക്കെല്ലാം ഇങ്ങനെ എഫക്ട് ചെയ്തെന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുമ്പം ഈ ഗ്യാസ് ഏറ്റവും കൂടുതൽ അകത്തോട്ട് പോകും. അപ്പൊ അങ്ങനെ ഓടിയവർക്കും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തവർക്കുമായിരുന്നു പിന്നീട് അത് എഫക്ട് ഒത്തിരി ചെയ്തത്. അതേസമയം പുള്ളിയുടെ ഭാര്യ അനങ്ങാതെ നിന്ന് ശ്വാസം സാറിന് നോർമൽ രീതിയിൽ ബ്രീത്ത് ചെയ്ത് ആ പുള്ളിക്കാരിക്ക് വലിയ കുഴപ്പമില്ലാത്ത. പുള്ളിക്ക് പിന്നെ ഏതായാലും അവിടെ ഓക്സിജനൊക്കെ കിട്ടി, ട്രീറ്റ്മെന്റ് കിട്ടിയപ്പോഴത്തേക്ക് ഒത്തിരി ബെറ്ററായി. പുള്ളി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി. വീണ്ടും തിരിച്ച് ഞങ്ങളെ കാണാനൊക്കെ വന്നായിരുന്നു. മനോരമ പേപ്പറിലൊക്കെ ഞങ്ങളുടെ പേരും ന്യൂസും എല്ലാം വന്നായിരുന്നു. ഏതായാലും അത് അതൊക്കെ ഭോപ്പാലിലെ ഒരു ട്രാജഡി. ഇല്ലില്ല, ആ വീട്ടിൽ തന്നെ. അന്ന് ജോലിയൊന്നുമില്ല. അന്ന് നമ്മൾ ഈ കറങ്ങിയടപ്പാ ബൈക്കുള്ള. അവിടുത്തെ സ്ഥിതി എന്താ, കാർബൈഡ് എങ്ങനെ ചെയ്യുന്നു, അവിടെ എന്തോ, പിന്നെ ഇതൊക്കെ നടപ്പ് പരിപാടിയായിരുന്നു പരിപാടി. അച്ഛൻ അത് അടയ്ക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. പുള്ളി അവസാനം വരെ പുള്ളി ജോലിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അച്ഛന് അവര് ഓരോരുത്തർക്കും ഗവൺമെന്റ് ജോലി തന്നെ പിന്നെ കൊടുത്തല്ല. ഗവൺമെന്റ് ജോലി അച്ഛന് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ജോലി കിട്ടിയത്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് അടയ്ക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റെഞ്ചി. എൻ്റെ നാട്ടിൽ കേരളത്തിലെ സുഹൃത്തോട്, പത്തനംതിട്ട ജില്ലയിലെ സുഹൃത്തോട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണ് എൻ്റെ നാട്. ഞങ്ങള് നാട്ടിൽ നിന്ന് ഹൈസ്കൂൾ കഴിഞ്ഞ് ഞാൻ ഭോപ്പാലിൽ പോയി സെറ്റിലായി. ഭോപ്പാലിൽ വെച്ചുള്ള ഞാൻ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ട് ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. ഭോപ്പാലിൽ വിടുന്നവരെയും മിസ്റ്റർ ഷെന്നി ഉമ്മൻ ഓട്ടിസ് എലിവേറ്ററിൻ്റെ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് വളരെ അടുപ്പത്തിലായി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ആത്മാർത്ഥ സുഹൃത്തുക്കളായി. ഭോപ്പാലിൽ നല്ല സമയമായിരുന്നു. അങ്ങനെ ഭോപ്പാലിലെ ജീവിതം ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞ സമയങ്ങൾ
നല്ല നല്ല ഓർമ്മയിൽ ഇന്നും ഉണ്ട്. ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത് ഷിക്കാഗോയിൽ ആഡിസൺ എന്ന് പറയുന്ന സിറ്റിയിലാണ്. കുടുംബമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല. ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായി. ഒരു ഹെൽത്ത് ചലഞ്ച് ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ആഡിസൺ എന്ന് പറയുന്ന സിറ്റി താമസിക്കുകയാണ്. അപ്പോൾ ഷെന്നിയും ഷൈനിയും കൂടെ ഞങ്ങളെ ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ ഹൂസ്റ്റണിൽ നിന്ന് ഇന്നലെ രാത്രി ഇവിടെ എത്തി. വളരെ സന്തോഷമുണ്ട്. പിന്നെന്താണ് പറയണ്ടേ? റിഞ്ചി, നമ്മുടെ ഭോപ്പാലിന്റെ ജീവിതത്തെ പറ്റി, നമ്മൾ രണ്ട് എതിർവശത്തെ ഫ്ലാറ്റിലാണല്ലോ താമസിച്ചത്. വൈകിട്ട് ചീട്ടുകളിയെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ ബാച്ചിലറാണ്, രഞ്ജി ചേട്ടൻ്റെ കൂടാണ്. ഭോപ്പാൽ ന്യൂസ് വാഷ് നടന്ന് വരുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ താമസമൊക്കെ. ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയമാണത്. ഞാൻ പറയുന്നത് 80യുടെ ഏർലി 80s. 80 to 84. അതെ, 80 to 84. ആ സമയം ഭോപ്പാലില് ഷെന്നി ഓട്ടീസ് എലിവേറ്റർ ജോലി ചെയ്യുന്നു. ഞാൻ അന്ന് ഭോപ്പാലിൽ ഇന്ത്യയിൽ TV വന്നിട്ടില്ലായിരുന്നു. ഭോപ്പാലിലൊക്കെ TV വന്ന സമയം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇലക്ട്രോണിക്സ് ആണ്. ഞാൻ TV കമ്പനി ജോലിക്ക് കയറി. വെസ്റ്റേൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു ആദ്യം ഞാൻ ഭോപ്പാലിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഹോട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു TV കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് MP ഗവൺമെൻറ് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ജോലി കയറാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങൾ, ബാച്ചുലർ ലൈഫിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചതെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഷെന്നി വേറെ 2-3 റൂംമേറ്റ്സ് ഇവർ ബാച്ചുലറായിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ബ്രദറും ഞാനും, ബ്രദറിന് കല്യാണം കഴിഞ്ഞ് അമ്മാമ്മ ചേട്ടത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഞങ്ങൾ വീക്കെൻഡ് ആകാൻ നോക്കിയിരിക്കും. വീക്കെൻഡ് ആകുമ്പോഴത്തെ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ചീട്ടുകളി എന്ന് പറയുന്ന മെയിൻ പരിപാടിയായിരുന്നു, കലാപരിപാടി. അപ്പം ചീട്ടുകളി ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ അതെ, സണ്ണി, സുമോദ, ഷാജി, കൈയിടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും തിരുവല്ലക്കാരും പരിചയക്കാരും. അതെ, അനില, മുകുന്ദൻ, ഞങ്ങളുടെ പഴയ ഹിത്തവാട ന്യൂസ് പേപ്പർ ജോലി ചെയ്തുകൊണ്ടിരുന്ന 2 പേരാണ്. അങ്ങനെ നല്ല നല്ല ജോലികളും നല്ല രീതിയിൽ ജീവിച്ചു വന്നു. ബാച്ചുലർ ലൈഫ് ആണെങ്കിലും നല്ല രീതിയിലായിരുന്നു അന്ന് ഭോപ്പാലിലെ ലൈഫ് സ്റ്റൈലും എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ചീട്ടുകളിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളിയാഴ്ച രാത്രി കൊണ്ട് ചീട്ടുകളി സന്ധ്യക്ക് തുടങ്ങിയ രാത്രി തീർക്കും. എന്നാൽ മിക്കവാറും അത് സംഭവിക്കാറില്ല. കളിയുടെ സ്പിരിറ്റ് കൂടി കഴിഞ്ഞ് കഴിയുമ്പം രാത്രി മൊത്തം കളിക്കും. പിന്നെ ശനിയാഴ്ച പകലും കണ്ടിന്യൂ ചെയ്യും. വല്ലതും കഴിക്കാൻ എണ്ണീച്ചെന്ന് പറയാം. അല്ലെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ച രാത്രിയിലായിരിക്കും തീരുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് ഏതായാലും ശനിയാഴ്ച പാതിരാത്രി വരെ അത് കഴിഞ്ഞ് നിർത്തുമായിരുന്നു. പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഈ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ഷെന്നിക്കും ബൈക്ക് ഉണ്ടായിരുന്നു. കമ്പനി തന്നത് എനിക്കും അതുപോലെ തന്നെ വെസ്റ്റേണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എനിക്കും കമ്പനി ബൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പഴയ രാജദൂത് ഷെന്നിക്ക് എസ് ഡി അത് നല്ല ബൈക്കായിരുന്നു. ഞങ്ങൾ അതിലൊക്കെ ഇങ്ങനെ സിറ്റികളൊക്കെ കറങ്ങി നടക്കുകയും, എവിടെ പോകണമെങ്കിലും നമുക്ക് ആരോടും ചോദിക്കേണ്ട, നമ്മൾ ഫ്രീ ബേഡല്ലേ. അപ്പം അങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു എല്ലായിടവും. പിന്നെ സാധാരണ ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇപ്പോൾ വെസ്റ്റേണിൽ നിന്ന് മാറി ഹോട്ടലിനൊക്കെ ജോലി കയറാൻ ഇച്ചിരി ഗ്യാപ്പ് വന്ന സമയത്തൊക്കെ ഈ ഷെന്നി എന്നെ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിയുടെ ബൈക്കിൽ എന്നെ കൊണ്ടുപോകായിരുന്നു. ഓട്ടീസിൻ്റെ എലിവേറ്റർ, പുള്ളി അന്ന് ഫീൽഡ് എഞ്ചിനീയർ ആയതുകൊണ്ട് എല്ലാം മെയിൻ്റനൻസ് ചെയ്യാൻ പോകുമ്പം ഞാൻ ടൂൾ ബാഗും പിടിച്ചുകൊണ്ട് ഷെന്നിയുടെ കൂടെ പോകാനുള്ള അവസരം എനിക്ക് ഷെന്നി തന്നു. അപ്പോൾ അപ്പൻഡീസ് എന്ന് പറഞ്ഞ പോലെ ഷെന്നി എനിക്ക് 1-2 മാസം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇച്ചിരി പൈസ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് തരികയും ചെയ്തു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. BHEL എന്ന് പറയുന്നത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിൻ്റെ, അതിലെ ഷെന്നിയുടെ അണ്ടറിലായിരുന്നു എലിവേറ്റേഴ്സ് എല്ലാം. അപ്പോൾ ഒന്ന് ഓട്ടീസ് എലിവേറ്റർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു. അപ്പം ഷെന്നി അതിൻ്റെ ഫുൾ ഇതായിരുന്നുകൊണ്ട് എല്ലായിടത്തും കയറി ചെല്ലാനും എല്ലാത്തിനും ബാഡ്ജ് ഉള്ളതുകൊണ്ട് എവിടെയും പോകാറ്. അല്ലെങ്കിൽ BHEL കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഓഫീസ് സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റുള്ളതോ എല്ലായിടത്തും പറ്റില്ലായിരുന്നു. എനിവേ, അപ്പം ഈ എലിവേറ്ററിൻ്റെ പണി എനിക്ക് കുറച്ചൊക്കെ അങ്ങനെ ഹെൽപ്പറായിട്ട് കൂടെ പോയതുകൊണ്ട് കുറേയൊക്കെ പഠിക്കാൻ പറ്റി, എങ്ങനെ എലിവേറ്റർ വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെ എലിവേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സോറി, ഇടയ്ക്കൊരു കോൾ വന്ന കാരണം അത് ഒന്ന് ഡിസ്റ്റർബായി. എന്നാലും
കണ്ടിന്യൂ ചെയ്യാം. അപ്പം ബീച്ചിൽ അല്ലെ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളുടെ എനിക്ക് കൂടെ പോകാനും എലിവേറ്ററിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കാനും പറ്റി. അങ്ങനെ എലിവേറ്റർ വർക്ക് ചെയ്യുന്ന മറ്റേ അതുവരെ അറിയത്തില്ലായിരുന്നു. അതിന്റെ ഇലക്ട്രോണിക് അതെ, മെഷീൻ പാർട്ടും മെക്കാനിക്കൽ പാർട്സും കൺട്രോൾ, ഇലക്ട്രോണിക് ബോർഡൊക്കെ അത് കൺട്രോൾ ചെയ്യുന്ന സിഗ്നലല്ല. അപ്പോൾ ഓരോ ഫ്ലോർ വരുമ്പോൾ നിൽക്കുന്ന, അതായത് ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, എന്നാലും അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതെല്ലാം പഠിക്കാൻ പറ്റി. അന്ന് ശനി അതിനെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഒത്തിരി. ഞാൻ ഇന്നും എലിവേറ്ററിൽ കയറുമ്പോൾ അത് ഓർക്കുന്ന കാര്യമാണ്. എവിടെ ഇപ്പോൾ അമേരിക്ക വന്നാലും എലിവേറ്റർ എല്ലാം യാത്ര ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ഓർക്കുകയും പറയുകയും ചെയ്യാനുള്ള കാര്യമാണ്. അന്ന് ശനി എന്നെ അവസരം തന്നത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ഇൻസിഡന്റ് ഭോപ്പാലിൽ നടന്നു. പിന്നെ ഗ്യാസ് ട്രാജഡി നടന്നപ്പോൾ ഞങ്ങളെല്ലാം വീട്ടില് ഇതുപോലെ സന്ധ്യാസമയത്ത് ഒന്നിച്ചിരുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പം രാത്രിയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങള് കിടന്നു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഞങ്ങളുടെ നെയ്ബറിന്റെ ഒരു വീട്ടിലോട്ട് ഒരു വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് അപ്പൊ പറയുന്ന ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷെ എൻ്റെ ചേട്ടത്തി അമ്മമ്മ മൂത്ത മോളെ ഫുൾ ടൈം പ്രഗ്നന്റ് ആയിരുന്നു. ആ സമയത്ത് ഇങ്ങനെ നമുക്ക് വെളി വർത്താനം പറയുന്നത് കേൾക്കാം. ഞങ്ങളുടെ നെയ്ബർ അവിടുത്തെ ലോക്കൽ ആളായിരുന്നു. അപ്പൊ അവരോട് ഇങ്ങനെ വന്ന ആൾക്കാർ പറയുന്നത് കേട്ട് ഇങ്ങനെ ഗ്യാസ് ലീക്കായെന്നോ, അല്ലെങ്കിൽ അത് കാരണം ബസ്സൊന്നും സിറ്റിയിലോട്ട് പോയില്ല. അവര് മറ്റേത് ഇൻഡോർ ജബൽപൂർ എങ്ങാണ്ട് പോയിട്ട് വരുന്ന സമയത്തുമായിരുന്നു. അപ്പൊ അവർക്ക് ലോക്കൽ ബസ് സ്റ്റാൻഡിൽ പോകാൻ പറ്റാതെ, അത് സിറ്റിക്കകത്താണ് ബസ് സ്റ്റാൻഡ്, മെയിൻ ബസ് സ്റ്റാൻഡ്. അവിടെ പോകാതെ ബസ്സുകാർ ഇങ്ങനെ ഔട്ടർ ഏരിയയിൽ കൊണ്ട് അവരെ ഓരോരുത്തരെ ഇങ്ങനെ ഓരോ ഏരിയ ഡ്രോപ്പ് ചെയ്ത് പോകുമായിരുന്നു. അപ്പൊ അവരിങ്ങനെ അറിയാവുന്ന വീട്ടിലോട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവർ വന്ന റീസണൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്ന് ആ വീട്ടുകാരോട് പറയുന്ന ഇങ്ങനെ അമ്മാമ്മ കേട്ടോണ്ട് കിടന്നു. ഗ്യാസ് ട്രാജഡി, യൂണിയൻ കാർബൈഡ് എന്നൊക്കെ കേട്ടപ്പോൾ. അപ്പൊ എൻ്റെ ബ്രദർ യൂണിയൻ കാർബൈഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പം പുള്ളി അങ്ങനെ അപ്പൊ യൂണിയൻ കാർബൈഡ് എന്നോട് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ അച്ഛനെ വിളിച്ചുണർത്തി. അമ്മാമ്മ രാത്രി ഫുൾ ടൈം പ്രഗ്നന്റ് ആയതുകൊണ്ട് രാത്രി ഉറക്കമില്ലായിരുന്നായിരുന്നു പറഞ്ഞു. ഉറക്കം വളരെ കുറവായിരുന്നു. അപ്പൊ അത് കേട്ടു. അപ്പൊ അച്ഛനെ ഉണർത്തി കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പുള്ളി വെളിയിൽ ഇറങ്ങി. ആ സമയത്ത് ഞാനും ഉണർന്നു. ഞങ്ങളെല്ലാവരും വെളിയിൽ ഇറങ്ങി ഇങ്ങനെ വന്ന ആൾക്കാരോടും നെയ്ബറിനോടും ഒക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം അപ്പം കാര്യങ്ങൾ ചേട്ടന് മനസ്സിലായി. ഇപ്പം പക്ഷെ അവർ പറഞ്ഞതേ ഉള്ളൂ, സിറ്റിക്കകത്തോട്ട് ആരെയും യാത്ര അനുവദിക്കുന്നില്ല, ഇങ്ങനെ ബസ് കൊണ്ട് വിട്ടതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ വിളിച്ചു ചോദിക്കാനെ കൊണ്ട് നോക്കിയപ്പോൾ ഫോണുള്ളത് ഈ ശനിക്ക് മാത്രമേ ഉള്ളൂ. ശനിയുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് വീടായിരുന്നു. റോഡൊന്ന് ചെറിയ റോഡാ കോളനിക്കകത്തൂടുള്ളത്. അപ്പൊ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ശനിയുടെ വീടാ. അപ്പൊ ചേട്ടന് ശനിയുടെ അടുത്ത് പോയിട്ടാണ് ഫോൺ ചെയ്ത് യൂണിയൻ കാർബൈഡിലെ സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പൊ എല്ലാം അണ്ടർ കൺട്രോളാ, ഗ്യാസ് ലീക്ക് ആവേണ്ടി ആയി, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ വെളിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എല്ലാവരും ഇങ്ങനെ രാത്രി ഇങ്ങനെ കണ്ണ് തിരുമാൻ തുടങ്ങി അപ്പം കണ്ണു തൂക്കാനും ഇത് കണ്ടുകൊണ്ട് ചേട്ടൻ പറഞ്ഞു, ഇത് ഗ്യാസിന്റെ എന്തോ പിന്നെ ഇവിടെ എഫക്റ്റ് വന്നിട്ടുണ്ട്, എല്ലാവരും പരിക്കകത്ത് കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഈ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നുകൊണ്ട് പാതിരാത്രിയായി. അപ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നുകൊണ്ടായിരിക്കും എല്ലാവരും കണ്ണു തിരുമുന്നത്. ഉറക്കത്തിന്റെ ഇതാണെന്ന്. പക്ഷെങ്കില് ഈ ഗ്യാസിന്റെ അവിടെ എന്തോ അതിന്റെ ഇത് വന്നെന്നാ അറിഞ്ഞു. അങ്ങനെ എല്ലാവരും ചേട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അകത്ത് കയറി. അപ്പൊ പുള്ളി പറഞ്ഞു, ഇനിയും എങ്ങും പോകാനും പറ്റില്ല, പോയിട്ട് കാര്യവും ഇല്ല. എല്ലാവരും പരിക്കകത്ത് കയറി കഥ അടച്ച്. അപ്പം ഇത് ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇതേ ഉള്ളൂ, വെള്ളം നമ്മൾ എല്ലാവരും ഇത് ചെയ്യുക, സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യുക. അപ്പൊ അന്ന് അവിടത്തേക്ക് ജനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഭോപ്പാലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെ തുറന്ന ജനലുകളായിരുന്നു. അത് തണുപ്പ് സമയമായിരുന്നു, അതുകൊണ്ട് ജനലൊക്കെ തുറന്ന് ഇടുകയില്ലായിരുന്നു, അടച്ചിരുന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് റൂമിൽ കിടക്കാൻ കയറിയപ്പം കർട്ടനെല്ലാം അങ്ങ് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് പിന്നെ എയർ കയറുന്ന ഗ്യാപ്പിലെല്ലാം പുറത്തും പഴയ തുണിയൊക്കെ നനച്ച് അങ്ങ് എയർ ഇങ്ങനെ കയറാതെ എല്ലാം ഗ്യാപ്പിലെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞ് കിടന്നു. ഞാൻ കിടന്നു, നനഞ്ഞ തുണി മുഖത്ത് ഇട്ട്. രാത്രി തണുപ്പാന്ന് ഓർത്തോണം. ഡിസംബർ മാസം നല്ല തണുപ്പുള്ള സമയമാണ്.
അപ്പോൾ നനച്ചു തുണി മുഖത്തൊക്കെ ഇട്ടുകൊണ്ട് കിടന്നു. എനിവേ രാവിലെ വെളുപ്പിന് ഒരു 3-4 മണി ആയപ്പോഴും 1 മണിക്ക് ഞങ്ങൾ കിടന്നു, 1-1:30 ആയപ്പോഴാണ് കിടന്നത്. ഈ സംഭവം എല്ലാം കഴിഞ്ഞു വെളുപ്പിന് ഒരു 4 മണി ആയപ്പോൾ എണീറ്റ് കഴിഞ്ഞ് ഈ പറഞ്ഞ ശനി ഞാനും എല്ലാം കൂടെ ഞങ്ങൾ പറഞ്ഞു ഏതായാലും ഇതൊന്ന് പോയി നോക്കാം. ഇവിടെ യൂണിയൻ കാർബൈഡ് സിറ്റിയുടെ അടുത്ത് തന്നെയാണ്, അതിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താന്ന് പറഞ്ഞ് നോക്കി. അപ്പോൾ അവിടെ പോയി അറിയാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ബൈക്കും എടുത്ത് ഞങ്ങൾ പോയി പോകുന്ന വഴിയൊക്കെ മെയിൻ റോഡിൽ അവിടെ സംഭവം നടന്നായിട്ടൊന്നും ആർക്കും അറിയത്തില്ല. എല്ലാം റോഡിലെല്ലാം ഇങ്ങനെ പൊതിച്ചു മൂടി ആൾക്കാർ, അന്ന് ഈ കടത്തിണ്ണയിലും റോഡ് സൈഡിലും എല്ലാം കിടക്കുന്ന ആൾക്കാരുണ്ട്, കിടന്നുറങ്ങുന്ന പാവപ്പെട്ടവരും അവിടെ ഭിക്ഷയാചിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ കടന്നു കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പോയി എന്നാ ഇനി ഇവിടെ ഒന്നും അറിയുന്നില്ല, ഹോസ്പിറ്റലിൽ പോയി അറിയാമല്ലോ എന്ന് പറയും. അവിടെ മെഡിക്കൽ കോളേജാണ്, ഹമീദിയ മെഡിക്കൽ കോളേജ് എന്ന് പറയും. അപ്പം എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ആൾക്കാർ പോകുമല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ആ വഴി തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെയും അന്നേരം ചെന്നപ്പോൾ വലുതായിട്ടൊന്നും സംഭവം നടന്നായിട്ടൊന്നും അറിയുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാർ വരികയും വന്നുകൊണ്ടേയിരുന്നു. ശ്വാസം മൂക്കും കണ്ണുമൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ വളരെ പ്രയാസത്തോട് വന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കി ആ ക്രൗഡ് ഇങ്ങനെ കൂടിക്കൂടി വരുക. ഇപ്പോൾ 2 പേരായിരുന്നു, പിന്നെ 4 പേരായി, എല്ലാം അങ്ങനെ പിന്നെ അത് നമ്പർ ഇരട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് ആൾക്കാരുടെ ഒത്തിരി വരവ് കൂടി കഴിഞ്ഞപ്പോൾ അവിടെ വാർഡിലൊക്കെ ആൾക്കാർ വന്നവരൊക്കെ ആദ്യമൊക്കെ അഡ്മിറ്റ് ചെയ്ത് അവിടെ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി ഇതിനുള്ള സൊല്യൂഷൻ ഡോക്ടർ പറഞ്ഞാൽ പിന്നീടാണ് ഇതൊക്കെ അറിഞ്ഞത് കേട്ടോ. പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം അവർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ സിലിണ്ടർ കൊടുക്കുക. ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും റിലീഫ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ ലങ്സ് ഇത് പ്രോബ്ലം ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി ശ്വാസം മുട്ടുകയറും. പക്ഷേ ഈ അവിടെ ഓക്സിജൻ സിലിണ്ടറൊക്കെ സപ്ലൈ ലിമിറ്റാണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ. ഒത്തിരി പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാർഡിലൊക്കെ അഡ്മിറ്റായി അതെല്ലാം ഫുള്ളാകാൻ തുടങ്ങി. പിന്നെ നോക്കിക്കുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പിന്നെ അവർ ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞാൽ മോർച്ചറിലോട്ട് കൊണ്ടുപോകാം. മോർച്ചറി ചുരുക്കം പറയാൻ സമയം കഴിയുന്നത് രാവിലെ ഒരു 6-7 മണി ആയപ്പോഴത്തേക്ക് മോർച്ചറി വരെ ഫുള്ളായി. വെളിയിൽ അതിൻ്റെ ഒരു പാർക്ക് പോലൊരു സ്ഥലമുണ്ട്, മോർച്ചറിയുടെയും മറ്റേ ഹോസ്പിറ്റലിലെ വാർഡിൻ്റെ അവിടെ കൊണ്ട് ബോഡി കടത്തി ഇങ്ങനെ പാർക്കിൽ കൊണ്ട് ഡെഡ് ബോഡി മറ്റിടത്ത് വരാൻ തെളിഞ്ഞ സ്ഥലമില്ല, അത് മോർച്ചറി ഫുള്ളായി കഴിഞ്ഞു. അങ്ങനത്തെ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വെപ്രാളം കൂടി. ശരിക്കും പേടി അന്നേരമാണ് വന്നത് ഈ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ തിരിച്ച് വന്ന വഴി തന്നെ ഹമീദിയ റോഡിൽ കൂടെ ബസ് സ്റ്റാൻഡിലെ റെയിൽവേ സ്റ്റേഷൻ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ കടത്തിണ്ണയിലൊക്കെ കിടന്നുറങ്ങിയവർ, മൂടിപ്പൊച്ച് കിടന്നുറങ്ങിയവർ ഒറ്റ ബോഡി അവിടെ ഒന്നും കാണാനില്ല. എല്ലാം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി ട്രക്ക്, വെളുപ്പിനെ തന്നെ മിലിറ്ററി ട്രക്കിൽ ഇത് വന്നിട്ട് ആൾക്കാരെ അവർ ഇത് എല്ലാം ബോഡിയാന്ന് പറഞ്ഞ ആൾക്കാരെ അവിടെ കിടന്നവരെല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞെന്നാണ് പിന്നീട് അറിഞ്ഞത്. അപ്പോൾ ആ റോഡെല്ലാം കിടന്ന് ഞങ്ങൾ കണ്ടേച്ച് പോയ ആൾക്കാരെല്ലാം ഒരെണ്ണം പോലും അവിടെ ഇല്ല, എല്ലാം ക്ലീനപ്പായി. അങ്ങനത്തെ ഒരു സംഭവം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായി. രാത്രി വെളുപ്പിനെ പിന്നെ രാവിലെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഈ സംഭവമൊക്കെ ഇങ്ങനെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന പുള്ളിയുടെ പേരെന്തായിരുന്നു, നമ്മുടെ നെയ്ബർ അല്ലല്ല മറ്റേ മലയാളി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അവിടെ സിറ്റിയിലെ ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ അടുത്ത് വേറൊരു മലയാളി ഫാമിലി അവിടെ താമസം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7 മണി കഴിഞ്ഞ് ഞങ്ങൾ വന്ന് 8 മണി 9 മണിക്ക് ഇത് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫാമിലി അവിടെ വന്നു, ഹസ്ബൻഡും വൈഫും കൂടെ. പുള്ളി സിറ്റിയിലെ ഒരു ഈ ബിൽഡിംഗ് കോൺട്രാക്ടറായിരുന്നു. പുള്ളിയുടെ വീടെന്ന് പറയുന്ന ഈ സിറ്റി സംഭവം നടന്ന യൂണിയൻ കാർബൈഡിൻ്റെ അടുത്തുള്ള ഒരു ചേരി എന്ന് പറഞ്ഞാൽ വീട് പുള്ളിക്ക് സ്വന്തം വലിയ വീടുള്ള ആളാണ്. അപ്പം ആ സ്ഥലത്തായിരുന്നു അവരാ വീട്ടിൽ ഇവിടെ വന്നിരിക്കുന്നത്. അവർ രാത്രി ഓടിയ കഥകളും ഇതെല്ലാം പറയുന്നത് ഞങ്ങളിത് കേട്ടുകൊണ്ടിരുന്നിരുന്ന് ആ വീട്ടിൽ അവരിങ്ങനെ കസരയിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളിക്കാരി വൈഫാണെങ്കിൽ ബെഞ്ചായിരിക്കുമായിരുന്നു, അവിടുത്തെ വീടിനകത്തിട്ട് ബെഞ്ചായിരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പുള്ളിക്ക് പറയാൻ, ഇപ്പം ഞാൻ വർത്താനം പറയുന്നത് ശ്വാസം മുട്ടൽ പോലെ തോന്നി പിന്നെ അത് കൂടി വന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ സംഗതി എന്തോ പുള്ളിക്ക് ശരിയല്ല, കുഴപ്പമായിരുന്നു. അപ്പം പുള്ളിക്കാർ പറയുന്നുണ്ട് രാത്രി ഓടിയ കഥയൊക്കെ ഇങ്ങനെ. ആ പുള്ളിക്ക് ശ്വാസം മുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾ അപ്പോൾ പുള്ളിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ എന്നും കണ്ട് ബെഞ്ചൊക്കെ കടത്തി കഴിഞ്ഞിട്ടും പുള്ളിക്ക് കുറവൊന്നും വരുന്നില്ല. അപ്പം സംഗതി മനസ്സിലായി. ചേട്ടനും അന്നേരം പറയുന്നുണ്ട് ഇത് പുള്ളിക്ക് ഗ്യാസ് അഫക്റ്റ് ചെയ്ത ആളാണ്, അതുകൊണ്ട് ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്,
എന്നും പറഞ്ഞ് ഓട്ടോ വിളിക്കാനൊക്കെ ഉണ്ട്. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ പോയി ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാം, ഞങ്ങളുടെ അവിടുന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങി ഒറ്റ ഓട്ടോ അവിടെ കിട്ടാനില്ല, ഒരെണ്ണം പോലും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ ഏതായാലും കൈ കാണിച്ച് നിർത്തി, ഒരെണ്ണം വന്ന് നിർത്തി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാനെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി കുഴപ്പമില്ല. കാരണം എല്ലാവരും അന്ന് രാവിലത്തെ ഈ രാത്രിത്തെ സംഭവം പകലുള്ള ന്യൂസും കൂടെ കേട്ട് കഴിഞ്ഞാൽ എല്ലാം പേടിച്ച് ഓടുക അവിടുന്ന്. കാരണം അവിടെ വിട്ടു പോകാനുള്ള പരിപാടിയാണ് ഭോപ്പാൽ സൈറ്റ്. യൂണിയൻ കാർബണിൻ്റെ അടുത്ത് നിന്ന് ദൂരെ എവിടെയെങ്കിലും പോകാനുള്ള പരിപാടി. അപ്പോൾ ഏതായാലും ആ ഓട്ടോക്കാരൻ വന്ന് ഞങ്ങൾക്ക്, അപ്പോൾ ഹമീദിയ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലെ സിറ്റുവേഷൻ രാവിലത്തെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ വേറൊരു ഹോസ്പിറ്റൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാരത് ഹെവിയിലെ BHELന്റെ ഹബീബ്ഗഞ്ചിലെ കസ്തൂർബ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ പിന്നെ ഉള്ളത്, നല്ല ഹോസ്പിറ്റൽ. അപ്പോൾ പുള്ളി അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോക്കാരനോട് പറഞ്ഞു, അവനെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഇത് സിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് ഞങ്ങൾ അങ്ങനെ പോയി ഹമീദ് ഹോസ്പിറ്റലിൽ ചെന്ന്. അപ്പം ചേട്ടന് ഞാൻ ഈ ഓട്ടോയിൽ കയറിയിരുന്ന പുള്ളിയും കൊണ്ട് അങ്ങ് പോയി ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ ഞാൻ മർത്തോമപ്പള്ളി വരുന്ന പിന്നെ പല ആൻറ്റിമാരും അവിടുത്തെ നേഴ്സസാണ്. അപ്പോൾ അങ്ങനെ പരിചയമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൻറ്റി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യിച്ച് ഓക്സിജൻ കൊടുക്കുക. അപ്പോൾ ഓക്സിജൻ്റെ കാര്യമൊക്കെ ഈ ഹമീദ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വെളുപ്പിനെയുള്ള എക്സ്പീരിയൻസ് ചെയ്താണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ഓട്ടോയിൽ പോയി ചേട്ടന് പുള്ളിയുടെ സ്വന്തം വണ്ടിയിൽ ചെറിയ മോപ്പട പുള്ളിക്ക് ഉണ്ടായിരുന്നത്. മോപ്പടയിൽ പുള്ളി ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്ക് പുള്ളി പുറകെ വന്നു. ഞാൻ കുട്ടി ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ പുള്ളിയെ ഹോസ്പിറ്റലിന്റെ 4ാമത്തെ ഫ്ലോറിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പുള്ളി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനും ചേട്ടൻ കൂടെ അഡ്മിറ്റ് ചെയ്ത് പുള്ളിക്ക് ഓക്സിജൻ കൊടുത്തിച്ച് റിലീഫായി. പുള്ളി ഇങ്ങനെ ശാന്തമായ രീതി കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ മേളത്തെ ജനലിൽ നോക്കുമ്പോൾ റോഡിലോട്ട് നോക്കുമ്പോൾ കാണുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു ജനക്കൂട്ടം ആൾക്കാർ ആ റോഡെ ഓടി ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് വരുന്നതാണ് കാണുന്നത്. അതായത് സിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് ഓടി വരും ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് താഴെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് താഴെ എന്തോ തിരക്കിയപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയുന്നു ഇങ്ങനെ പോലീസ് അനൗൺസ് ചെയ്തു, ഗവൺമെൻറ് അവിടുന്ന് അവരെല്ലാവരും അനൗൺസ് ചെയ്യുന്നുണ്ട് വീണ്ടും ഗ്യാസ് ലീക്കായി എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾ പേടിച്ചു. കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അല്ല എൻ്റെ ജ്യേഷ്ഠത്തി പുള്ളിക്കാരി വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇവരെ കൊണ്ട് പോയത്. പുള്ളിക്കാരിയാണെങ്കിൽ ഫുൾ ടൈം പ്രഗ്നൻറ്റുമാ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഈ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ചെന്നിയൊക്കെ ഉള്ള അയലോക്കത്തുള്ളത്. അപ്പം ഇവരൊക്കെ രാവിലെ ഞങ്ങൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വെച്ച് പിന്നെ ഇവിടെ പോയെന്ന് അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ അമ്മമ്മ തന്നെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് അറിയാതെ അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ കമ്പനിയുടെ ബൈക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അതേൽ രാജ്ദൂതിൻ്റെ ബൈക്കായിരുന്നു. അപ്പോൾ ചേട്ടനെ മോപ്പഡായതുകൊണ്ട് പെട്ടെന്ന് വിട്ടു വരാൻ പറ്റില്ല. അപ്പം ഞാനങ്ങനെ പെട്ടെന്ന് ഇതേ പോരാമെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങോട്ട് ഓടുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ വലിയ പ്രയാസമായിട്ടോ. അപ്പോൾ റോഡല്ല, റോഡിന് സൈഡിൽ കൂടെ ഒക്കെ വെളിയിൽ കൂടെ ഒക്കെ ഇറക്കി വിട്ടാൽ പെട്ടെന്ന് ഞാൻ വിട്ടു വന്നു. അപ്പോൾ കാരണം ഈ അമ്മാമ്മയെ പറ്റിയുള്ള ചിന്തയാണ് മനസ്സിൽ. ഞാൻ വിട്ടു വന്ന് ചേട്ടന് പതുക്കെ പിന്നെ പുള്ളി ഓടിച്ച് വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വരുമ്പോൾ കാണുന്ന അമ്മാമ്മ വളരെ കൂളായിട്ട് വീട്ടിൽ നിൽപ്പുണ്ട് ആകെ. അപ്പോൾ വരുന്ന വഴിയെല്ലാം ഞാൻ കണ്ണും ഇങ്ങനെ തുറന്ന് എവിടെയെങ്കിലും ബേൺ ചെയ്യുന്നുണ്ടോ, ഫീലിംഗ് എന്തെങ്കിലും ഉണ്ടോ, മണമുണ്ടോ, ഇതൊക്കെ പിടിച്ചാണ് വരുന്നത്. പക്ഷേ ഈ ഗ്യാസിന് മണവും ഇല്ല, ഒന്നുമില്ല. ഇനി അല്ലാതെ ആ ഗ്യാസ് അതാണ് തലേദിവസം ഞാൻ കൊണ്ടുപോയ ഫീലിംഗ്, കണ്ണ് ഒക്കെ ബേൺ ചെയ്യുന്ന ഒരു സെൻസേഷൻ വരുമല്ലോ എന്നും കണ്ട് അങ്ങനെ നോക്കിയിട്ടും ഒന്നും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ അപ്പം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ലീക്ക് ആയില്ലായിരുന്നു. പിന്നെ ഇതറിഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽസ് എല്ലാം കൂടി ഈ രാത്രി ഉണ്ടായ സംഭവത്തിന് ദേഷ്യം വന്നിട്ട്, അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഒത്തിരി പേര് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മരിച്ചുപോയി. അവർക്ക് ദേഷ്യം സഹിക്കാൻ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ലോക്കൽസ് എല്ലാം കൂടെ അങ്ങ് ഇളകിയിട്ട് ഇപ്പം കാർബൈഡ് കത്തി നശിപ്പിക്കും, അടിച്ചു പൊളിക്കുമെന്നും പറഞ്ഞ് ഭയങ്കര ജനക്കൂട്ടം ആൾക്കാരെല്ലാം കൂടെ കൂട്ടമായിട്ട് കാർബൈഡിലോട്ട് ചെന്നു. യൂണിയൻ കാർബൈഡിൻ്റെ ഫാക്ടറിയുടെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിയർ ഗ്യാസ് പൊട്ടിച്ചിട്ട് അപ്പോൾ ഇവരുടെ കണ്ണെല്ലാം ബേൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തലേദിവസത്തെ അവർക്ക് ആ ഒരു സെയിം ഫീലിംഗ് വന്നു. അന്നേരം അവർ അനൗൺസും ചെയ്തു വീണ്ടും ഗ്യാസ് അടുത്ത ടാങ്ക് പൊട്ടിയെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ തിരിച്ചോടി ആ കൂട്ടത്തിൽ ആ ബഹളം കേട്ട് ഓടിയവരെയാണ് ഞങ്ങൾ കണ്ടത്. അല്ലാതെ റിയലി ഗ്യാസ് പൊട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കാരണം ഈ ലോക്കൽ ആൾക്കാരെ ചെന്ന് വീണ്ടും അവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ടാങ്കോ അല്ല ഫാക്ടറിക്ക് എന്തെങ്കിലും
പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ മൊത്തം വീണ്ടും നശിക്കും. അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് ഗവൺമെന്റ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തു. ടിയർ ഗ്യാസ് പൊട്ടിച്ചിട്ട് വീണ്ടും ഗ്യാസ് ലീക്കായി എന്നും പറഞ്ഞു. ഏതായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അന്ന് ഗ്യാസ്. അത് പിന്നെ ലീക്കാകാതെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ അയലോക്കത്തെ ഈ ശനി ഉൾപ്പെടെ എല്ലാവരും അവിടെ കാര്യമായി. നിങ്ങൾ എവിടെ പോയായിരുന്നു? ഓ, ശനി വിട്ടു. അയ്യോ, ഏതായാലും ഞങ്ങളുടെ അയലോക്കത്തുണ്ടായിരുന്ന ഭട്നാഗർ എന്ന് പറയുന്ന നെയ്ബർ, പുള്ളിക്ക് കാറൊക്കെ ഉള്ള പാർട്ടിയായിരുന്നു. പുള്ളി കയറാൻ നേരം അമ്മമ്മയോട് ചോദിച്ചു വരുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാർ പറഞ്ഞു എൻ്റെ ഭർത്താവ് അന്യനും ഇല്ല, ഞങ്ങൾ വരികയില്ല, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ ഇട്ടിച്ച് അവരും അവരുടെ പാട്ടു. ഞാൻ വന്നപ്പോൾ കോളേജിന് മൊത്തം എംറ്റി, ന്യൂസ് പേഴ്സണൽ മൊത്തം എംറ്റി, ഒരു വീട്ടിലും ആൾക്കാരില്ല. അമ്മാമ്മ മാത്രം വെളിയിൽ ഇങ്ങനെ ഡോറിന് കഥ കടച്ച് വെളിയിൽ നിൽപ്പുണ്ട്, ഫെൻസിനടുത്ത് ഇങ്ങനെ. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ മറക്കാനാവാത്ത ചിത്രങ്ങളാണ് മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. പിന്നത്തെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ പക്ഷെ അന്ന് പിന്നെ ആ സെക്കൻഡ് ഡേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവര് അനൗൺസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റി പറയുമ്പം അപ്പോൾ ഒരു ടാങ്ക് എങ്ങാണ്ട് ഇത് അഫക്റ്റഡ് ആയുള്ളൂ, ലീക്ക് ആയുള്ളൂ. പിന്നെ രണ്ടെണ്ണം കൂടെ മൂന്നെണ്ണം കൂടെ പിന്നെ കിടക്കുക. ഈ സെയിം MIC എന്ന് പറയുന്ന ഗ്യാസ്, മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഗ്യാസ് വീണ്ടും കിടക്കുക. അപ്പൊ അതെല്ലാം കാണാൻ വീണ്ടും പോയി വല്ലതും തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ അതിനുവേണ്ടി അത് ടാങ്കെല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ, എംപ്റ്റി ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പരിപാടിയായി. ഇത് അമേരിക്കൻ കമ്പനിയാണല്ലോ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ടും എല്ലാം ചർച്ച ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങി. അങ്ങനെ പിന്നെ അവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുക. 2-3 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഒഴിപ്പിക്കുന്ന ഡേറ്റ് ഒക്കെ അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും മാറി താമസിക്കണം എന്നുള്ള അവസ്ഥയൊക്കെ വന്നു. അപ്പൊ ആ സമയങ്ങളായിരുന്നു പിന്നെ പേടി ശരിക്കും ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ പോകും, എങ്ങോട്ട് മാറി താമസിക്കും, ഭോപ്പാൽ വിട്ട് വേറെ എവിടെ പോകാനാ? നമുക്ക് പിന്നെ കേരളത്തിൽ വരിക രക്ഷയുള്ളൂ, അല്ലെങ്കിൽ മറ്റെങ്ങും ഔട്ടർ സ്റ്റേറ്റോ മറ്റെങ്ങും പോയിട്ട് കാര്യമില്ല. ഏതായാലും പിന്നുള്ള കാര്യമൊക്കെ അവിടെ തന്നെ താമസിച്ചു. പിന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ കുഴപ്പമൊക്കെ ഇല്ലാതെ പോയി സംഭവമായിരുന്നു. ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റിയുള്ള മറക്കാനാവാത്ത നിമിഷങ്ങൾ. അങ്ങനെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനും പറ്റി അതിൽ കൂടി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരണം ആ പുള്ളി ജീവിച്ചിരിക്കുന്നു. പുള്ളി ഇറങ്ങി ഓടി ചരിത്രമൊക്കെ ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളി രാത്രി ഡോറ് പോലും, വീടിന്റെ കഥ പോലും പൂട്ടാതെ അടയ്ക്കാതെ ചാരാതെ പോലും ഇറങ്ങി ഓടുമായിരുന്നു. രണ്ടുപേരും കൂടെ പോകുന്ന വഴിയൊക്കെ അവിടെ ആൾക്കാരെല്ലാം കൂടെ കൂടി കേടായി കിടന്ന ഈ ട്രക്കൊക്കെ ലോറിയൊക്കെ തള്ളി സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ട് ഈ പുള്ളിക്ക് അത്ര ആണുങ്ങൾക്കെല്ലാം ഇങ്ങനെ എഫക്ട് ചെയ്തെന്ന്. നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുമ്പം ഈ ഗ്യാസ് ഏറ്റവും കൂടുതൽ അകത്തോട്ട് പോകും. അപ്പൊ അങ്ങനെ ഓടിയവർക്കും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തവർക്കുമായിരുന്നു പിന്നീട് അത് എഫക്ട് ഒത്തിരി ചെയ്തത്. അതേസമയം പുള്ളിയുടെ ഭാര്യ അനങ്ങാതെ നിന്ന് ശ്വാസം സാറിന് നോർമൽ രീതിയിൽ ബ്രീത്ത് ചെയ്ത് ആ പുള്ളിക്കാരിക്ക് വലിയ കുഴപ്പമില്ലാത്ത. പുള്ളിക്ക് പിന്നെ ഏതായാലും അവിടെ ഓക്സിജനൊക്കെ കിട്ടി, ട്രീറ്റ്മെന്റ് കിട്ടിയപ്പോഴത്തേക്ക് ഒത്തിരി ബെറ്ററായി. പുള്ളി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി. വീണ്ടും തിരിച്ച് ഞങ്ങളെ കാണാനൊക്കെ വന്നായിരുന്നു. മനോരമ പേപ്പറിലൊക്കെ ഞങ്ങളുടെ പേരും ന്യൂസും എല്ലാം വന്നായിരുന്നു. ഏതായാലും അതൊക്കെ ഭോപ്പാലിലെ ഒരു ട്രാജഡി. ഇല്ലില്ല, ആ വീട്ടിൽ തന്നെ. അന്ന് ജോലിയൊന്നുമില്ല. അന്ന് നമ്മൾ ഈ കറങ്ങിയടപ്പാ ബൈക്കുള്ള. അവിടുത്തെ സ്ഥിതി എന്താ, കാർബൈഡ് എങ്ങനെ ചെയ്യുന്നു, അവിടെ എന്തോ, പിന്നെ ഇതൊക്കെ നടപ്പ് പരിപാടിയായിരുന്നു പരിപാടി. അച്ഛൻ അത് അടയ്ക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. പുള്ളി അവസാനം വരെ പുള്ളി ജോലിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അച്ഛന് അവര് ഓരോരുത്തർക്കും ഗവൺമെന്റ് ജോലി തന്നെ പിന്നെ കൊടുത്തല്ലോ. ഗവൺമെന്റ് ജോലി അച്ഛന് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ജോലി കിട്ടിയത്. അവിടെ ഡിപ്പാർട്ട്മെന്റ് അടയ്ക്കുക.